പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. സ്വർണം നിറച്ചിട്ട് കണ്ണും തുളച്ചങ്ങുയർത്തി പിടിക്കുന്നു സൂര്യൻ. ഓ സൂര്യൻ, കണ്ണൻ ചിരട്ടയിൽ സ്വർണം നിറച്ചിട്ട് കണ്ണും തുളച്ചങ്ങുയർത്തി പിടിക്കുന്നു സൂര്യൻ. ഓ സൂര്യൻ, പൊന്നിൻ കൊടിയേറ്റു തിളങ്ങുന്ന മണവാട്ടിയാണിന്ന് ഭൂമി. ഒരു മണവാട്ടിയാണിന്ന് ഭൂമി. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. ഏഴു നിറങ്ങളിൽ നിൻ ചിത്രങ്ങൾ, ഏഴു സ്വരങ്ങളിൽ എൻ ഗാനങ്ങൾ. പ്രകൃതീശ്വരി നിന്റെ ആരാധകൻ ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. ഞാനൊരാസ്വാദകൻ അന്ധവനഗായകൻ. അയ്യോ അമ്മ, ഞാൻ തേച്ച് കുളിച്ചോളാം അമ്മേ. നിന്റെ കുളി കേമാ. അങ്ങനെ ഇപ്പൊ കാക്കക്കുളി കുളിക്കണ്ട. ആരെങ്കിലും കണ്ട എന്താ വിചാരിച്ചോട്ടെ. കൊച്ചു കുട്ടികളെ കുളിപ്പിക്കണ പോലെ ഇങ്ങനെ. എന്റെ കണ്ണടയുന്നവരെ നീ ഇങ്ങനെയൊക്കെ കുളിച്ചാ മതി. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞ കൊച്ചാട്ടിൽ നിന്ന് കാവിലേക്ക് പോണെന്താ? ഹാവു എന്റെ അമ്മേ, ഇനി അങ്ങോട്ട് പോവാത്തൊരു കുഴപ്പമുള്ളൂ. ഇന്നലെ തന്നെ ചവിട്ട് കൊള്ളാതെ രക്ഷപ്പെട്ടത് ഭാഗ്യാ. ആളുകൾ കണ്ണും തലയും കാണാതെ നെട്ടോട്ടം വട്ടോട്ടം ഓടാ. എന്തായിരുന്നു ഒരു ബഹളം. കച്ചവടക്കാരുടെ ഒരുപാട് സാധനങ്ങൾ കളവ് പോയിന്ന് കേട്ടല്ലോ. പിന്നെ പോവാതിരിക്കോ? ആരാണ്ട് കള്ളന്മാര് മനഃപൂർവ്വം കറണ്ട് കളഞ്ഞാന്നാ പറയണേ. നമുക്ക് പിന്നെ ജനിച്ചപ്പോ മുതൽ കറണ്ട് കട്ടായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഈ കൊച്ചാട്ടൻ ഇത് എന്തൊക്കെയാ പറയണേ? എന്താടി, ഞാൻ പറഞ്ഞ സത്യല്ലേ? എന്റെ കണ്ണിന്റെ ഫീസ് അവിടെ തന്നെ ഊരിട്ടല്ലേ തമ്പുരാൻ അങ്ങോട്ട് വിട്ടത്. ഇല്ലമ്മേ, നീ ഒന്നും മിണ്ടാതിരുന്നേ. വായെടുത്ത ചങ്കി കുത്തണ വർത്താനേ പറയൂ. അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മതി തമാശ പറഞ്ഞത്, എനിക്ക് കേക്കണ്ട. പിണങ്ങിയോ? ഇങ്ങനൊരു കഴുതക്കുട്ടി. തണുക്കണമ്മേ. തണുക്കട്ടെ.
വെച്ചിരുന്ന ചീർപ്പം ചെയ്യേ. അയ്യോ കൊച്ചേട്ടാ ഞാനാ എടുത്തേ. എന്തെങ്കിലും എടുത്തോട് തന്നെ തിരിച്ചു വെക്കണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി. അളവും കുറിയും തെറ്റി സാധനങ്ങൾ വെച്ചാൽ എന്റെ കാര്യം മുടങ്ങുന്നു നിനക്ക് അറിഞ്ഞൂടെ? അതിനെ സോറി പറഞ്ഞില്ലേ? ഓ ഒരു മാറാൻ വന്നേക്കണ്. എത്ര വേഗ തുണികൾ കീറണേ. ദൈവമേ, ആകുള്ളൊരു നല്ല ഷർട്ടാ, അതും കീറിയോ? ഷർട്ടല്ല, എന്റെ ബ്ലൗസാ. കഴിഞ്ഞ അവിടുത്തെ കാവിലെ മുടിയാട്ടത്തിന് വാങ്ങിയതാ. എത്രന്ന് വെച്ചാ തുന്നണേ? ഒരെണ്ണത്തിനുള്ള തുണി വാങ്ങിയാ മതിയായിരുന്നു. നോക്കട്ടെ. വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരുവോ? കറുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ പുള്ളിയുള്ളതാണേലും മതി. വള്ളിയും പുള്ളിയൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? അറിയാത്ത ആള് വിരലുണ്ടോ തൊട്ടാ 17 ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും പറയൂലോ. അപ്പൊ ഒരു പുള്ളി അറിയാത്തത്. എങ്ങനെയുണ്ടടി? അടിപൊളിയായിട്ടില്ലേ? പിന്നെ കണ്ണാടി എടുക്കണോ? നോക്കട്ടെ. എടുക്ക്. കൊള്ളാമോ? സുന്ദരനായിട്ടുണ്ട്. കൊച്ചാട്ടന്റെ മനസ്സിൽ ഞങ്ങളുടെയൊക്കെ രൂപം എങ്ങനെയാ? ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്റെ മനസ്സിൽ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളാ. എന്തോ നടി കാണിക്കണേ? ചോർത്തോണ്ട് അയ്യ വിരിക്കടി, വേഷം കെട്ടി കാണിക്കാതെ. മക്കളെ ചായ. മധുരയില്ലല്ലോ അമ്മേ. ഒക്കെ തീർന്നു. കഴിഞ്ഞ ആഴ്ച റേഷൻ പഞ്ചാര വാങ്ങിയില്ലല്ലോ. പഞ്ചാര മാത്രല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഒക്കെ തീർന്നിരിക്കുക. വാങ്ങാം, ദേവി അനുഗ്രഹിച്ച ഒക്കെ കൊണ്ടുവരാം. നീ കുറെ കൊണ്ടുവരും. എന്റെ എണ്ണയും കുഴമ്പും തീർന്നിട്ട് ദിവസം 4 ആയി. ഒരു കീർ പുകല വേണമെന്ന് പറഞ്ഞിട്ട് കേട്ട ഭാവമുണ്ടോ തണ്ടിക്ക്? അവൻ വൈകിട്ട് ഉണ്ടാക്കും പോലും. നട തളത്തി കളഞ്ഞില്ലേ? അല്ലെങ്കിൽ ഒരു കഴിവടവന്റെ ഓശാരത്തിന് നിൽക്കില്ല ഞാൻ. ഈ കണ്ണുപൊട്ടന്റെ തല എന്ന് കണ്ടോ അന്ന് തുടങ്ങിയതാ കണ്ടകശനി എനിക്ക്. നീ ഗുണം പിടിക്കില്ലടാ, ഗുണം പിടിക്കില്ല. ഒന്ന് നിർത്തുന്നുണ്ടോ ഈ പ്രാക്ക്? അവൻ ജോലിക്ക് പോവാൻ ഇറങ്ങുക. എന്നാ പോയി താലപ്പൊലി എടുക്കടി. കളക്ടർ ഉദയത്തിനല്ലേ പോണത്? രണ്ടി നിങ്ങളോടല്ലേ പറഞ്ഞു നിർത്താൻ? പറഞ്ഞോട്ടമ്മേ, എന്തെത്ര നേരായിട്ട് മിണ്ടാത്തേന്ന് ആലോചിച്ചിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ സമാധാനായി. മോളെ വാസന്തി, കൊച്ചേട്ട ഇറങ്ങാൻ കേട്ടോ. എന്റെ വൈകുന്നേരിക്കാവിലമ്മേ, കാത്തോളണേ. നാണിയമ്മന്ന് നേരത്തെ തുടങ്ങിയോ? ആര്? രാമോ? ഇന്ന് തുണികൾ കുറച്ച് കൂടുതലാ. ബംഗ്ലാവിലെ മുതലാളി വരുന്നുണ്ടത്രേ. തോമസ് സാറ് വരണുണ്ടെന്നോ? എന്നാ? എന്താണെന്ന് അറിഞ്ഞൂടാ. കൊറേ ഷീറ്റും പൊഴപ്പും ഒക്കെ കൊണ്ട് തന്നു നമ്മുടെ രാഘവമേശ്വരി. സാറ് വരുമ്പോ പറയണട്ടോ. 2 കുപ്പായം ചോദിക്കാനാ. അതിനെന്താ, വരുമ്പോ പറയാം. ഓ എത്തിയോ? എന്താ വൈകിയേ? അമ്പലത്തിൽ പോയല്ലേ? എന്നിട്ട് എന്താ പ്രാർത്ഥിച്ചേ? എനിക്ക് കണ്ണ് കിട്ടുന്ന കാര്യോ അതോ നമ്മുടെ കല്യാണക്കാരിയോ? ആഹാ, രണ്ടും പറഞ്ഞോ? നിനക്ക് മിണ്ടാട്ടം കിട്ടാൻ പ്രാർത്ഥിച്ചില്ലേ? എന്തേ? ഒരു കണക്കിന് പ്രാർത്ഥിക്കാൻ നന്നായി. മിണ്ടാട്ടം കിട്ടിയ പിന്നെ നിന്നെ എനിക്ക് കിട്ടോ? പട്ടണത്തിൽ നിന്ന് നല്ല പത്രാസമുള്ള നായരിച്ചക്കൻ വന്ന് കെട്ടിയുണ്ടു. അയ്യോ, പതുക്കേട്ടോ. എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഇപ്പൊ നമ്മള് മെയ്ഡ് ഫോർ ഈച്ച് അതറാ.
ഈനാമ്പച്ചിക്ക് കൂട്ടു മരപ്പെട്ടി. ഈശ്വരന് നന്നായിട്ട് മാച്ചാക്കാൻ അറിയാട്ടോ. അയ്യോ, ഞാൻ പിണങ്ങാൻ പറഞ്ഞതല്ല. എന്താടാ രാമു, ലക്ഷ്മിക്ക് എന്താ പറ്റിയേ? ആരാ? കുമാരേട്ടനാ? ആ, ഞാൻ ഒരു തമാശ പറഞ്ഞ എന്റെ കുമാരേട്ടാ. ഉടനെ അവൻ കെട്ടണമെന്നാ? പിന്നെ ആഹാ, അങ്ങനെ പറഞ്ഞോ? എന്താ ഇവള് പറയണേ? ഇവളെ വേറെ ആള് കെട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞോ നീയേ? ഓ, ഇവള് മിണ്ടാപ്രാണിയതുകൊണ്ടല്ലേ കുമാരേട്ടാ എനിക്ക് തുണയായത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവളെ കിട്ടുമെന്ന് ചോദിച്ചതാ. എന്തിനാടാ ഇവളെ ദേഷ്യം പിടിപ്പിക്കുന്ന തമാശ ഒക്കെ പറയണേ? ഹേയ്, എനിക്ക് തമാശ പറയാനും ദേഷ്യം പിടിപ്പിക്കാനും വേറെ ആരും ഉള്ള കുമാരേട്ട ഈ ഭൂമിയില്? രാമു, ആ, അപ്പുട്ടന്മാരൊരു കാവലിക്കായിരിക്കല്ലേ? ഹാവു, നിനക്ക് കാഴ്ചയില്ലെന്ന് ആരാ പറഞ്ഞേ? കണ്ണുള്ളൊരു മുഴുവൻ അങ്ങനെയാ പറയണത്. അവരോട് പോവാൻ പറയടാ. നിനക്കുള്ളത്രയും കാഴ്ച ഇവിടെ ആർക്കുമില്ല. അറിയില്ലേ, പാട്ടുകാരൻ രാമു. ഇത് രാമുവിന്റെ പെണ്ണ്. വള്ളിക്കുന്ന് ഗ്രാമത്തിലെ രമണനും ചന്ദ്രികയും. രമണനും ചന്ദ്രികയെന്നും പറഞ്ഞ ചിരി കണ്ടില്ലേ? പിന്നെ നീ എനിക്കൊരു പാട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വല്ലതും ആയോ? ഏതാണ്ടൊക്കെ ആയി. ചങ്കിനകത്ത് കുത്തി കുറിച്ച് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുക. എന്താ കേക്കണോ? അങ്ങോട്ട് തട്ടി വിടറാ. ആ, കാട്ടിലെ മാനിന്റെ തോലു കൊണ്ടുണ്ടാക്കി മാരാ. എന്താ മാരൊരു അവതാളം? അതെന്റെ ഒരു ശിഷ്യനാ. താളതല്ല, ചെണ്ടിങ്ങട് തരാ. അങ്ങോട്ട് കൊടറാ കൊച്ചവാ. വാങ്ങിച്ചോ രാമു. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കോലോണ്ടു തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട, മേളത്തഴമ്പുള്ള ചെണ്ട. കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. ചെണ്ട അല്ല രാമേ, പാട്ടും കൂത്തായിട്ട് നിൽക്കണോ? സമയം എന്തായെന്നറിയോ? ശ്രീകൃഷ്ണ പോയി. ആര്? നല്ല ചേട്ടനോ? ആ, പാട്ട് പാടി തുടങ്ങിയാ പിന്നെ എനിക്ക് നേരം പോണത് അറിയില്ല. സമയം ഇപ്പോ 8:15 ഉണ്ടാവില്ലേ? ഇടമെടുക്ക. ഇത്ര തിട്ടായിട്ട് നീ ഇതെങ്ങനെ പറഞ്ഞു? കിഴക്ക് വയിലും മോത്തിക്ക് കേറിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാ. കൃഷ്ണ പോയിക്കോട്ടെ, ഇനിയിപ്പോ 8:30 കാവിലമ്മയ്ക്ക് പോവാലോ. ഇറങ്ങണ്ടവരൊക്കെ ഇറങ്ങാൻ. ആളുടെ നിന്നെയും കൊണ്ടേ പോ. ഞാൻ വിചാരിച്ചു നീ കൃഷ്ണയ്ക്ക് പോയെന്ന്. കൃഷ്ണനായാലും കാവിലമ്മയായാലും ഒക്കെ നമ്മുടെ ആൾക്കാരല്ലേ വാസാറേ. എന്താ രാമൊന്ന് വൈകിയേ? വീട്ടിലെ കോഴിക്ക് ഒരു ജലദോഷം, പോവാൻ വൈകിയേ. പെങ്ങളെ, ആ സീറ്റ് ഒന്ന് രാമന് ഒഴിഞ്ഞു കൊടുത്തേ. വേണ്ട വേണ്ട, ആരും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇങ്ങോട്ടിരിക്കാം. അയ്യോ വേണ്ട.
എനിക്ക് നിക്കണത് ഇഷ്ടം. സീറ്റ് കിട്ടില്ല എന്ന് വെച്ച് വിഷമിക്കാൻ നമ്മൾ MLA മന്ത്രി ഒന്നല്ലല്ലോ. എങ്ങോട്ടെ? ഒരു കുഴപ്പമില്ല. ആ രാമു, ഓ നിനക്ക് ഞാനൊരു കണ്ണട തരാന്ന് പറഞ്ഞിരുന്നില്ലേ? മറന്നിട്ടില്ലല്ലേ? വെച്ച് നോക്കിയേ. എങ്ങനെയുണ്ട്? MGR-നെ പോലെ അടിപൊളിയായിട്ടുണ്ട്. ആളെ ഇപ്പൊ വേണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കാം. കാണിക്കുന്നോ? എന്താ പ്രശ്നം? ഇയാള് കൊറേ നേരമായി ഒരു വഷളം ചിരിയും നോട്ടോ. എവിടെ നോക്കിന്നാ ഈ പറയണേ? വേണ്ടാതിടത്തേക്ക് തന്നെയാ നോട്ടം. വേണ്ടാത്തതൊക്കെ ഇങ്ങനെ തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ? ഇവൻ കണ്ണ് കാണാത്ത ആളാ. പോട്ടെ സാറേ, കണ്ണട വെച്ചത് പാരയായില്ലേ. നമ്മുടെ അവസ്ഥ മനസ്സിലായിണ്ടാവില്ല. അടിപൊളിയായിട്ടെന്ന് വാസാറ് പറഞ്ഞപ്പോ ഇത്രയും അടിച്ചു പൊളിക്കുന്ന കരുതിയില്ല. എന്റെ പൊന്നു വാസാറേ, നമുക്ക് ഈ കുന്ത്രണ്ടം വേണ്ട. എന്നാ പിടിച്ചേൻ, നീ വെച്ചോടാ. ഓ വെച്ചപ്പോ തന്നെ ഇതാ തരങ്ങേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുശാലായിരിക്കും. വേണ്ട വേണ്ട. സോറി കേട്ടോ. സാരില്ല, അറിയാണ്ടല്ലേ. നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെയാ. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു ഇന്ത്യൻ പൗരനാ ഞാൻ. मेरे राजनीतिक नेताओं ने और उनके चमचों ने मिलकर अपने देश की हालत तो एकदम बिगाड़ दिया। महात्मा गांधी ने कहा है कि उनका गरीबी हटाओ, उनको रोटी, कपड़ा और मकान देने का इंतजाम करो। लेकिन आज के नेताओं ने कर क्या रहे हैं? ना उनको अपना कपड़े का फिक्र है, ना उनको अपने रोटी की फिक्र है। हरियाली क्रांति के बारे में बोल रहे हैं, पंचवर्षीय योजनाओं के बारे में बोल रहे हैं। लेकिन ये लोग कर क्या रहे हैं? खुद के लिए रोटी, खुद के लिए कपड़ा, खुद के लिए मकान। ये കോഫിയല്ലേ മുരളി, ഉഗ്രം പ്രസംഗമല്ലായിരുന്നോ? അതിന് നിനക്ക് വല്ലതും മനസ്സിലായോ? വേണ്ട, ഒരുതരം ലോ ക്ലാസ്സുകളോട് സംസാരിക്കും പോലെ എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടാണോ പിന്നെ കൈയടിച്ചത്? എന്ത് മനസ്സിലായി? ഹമാരാ ദേശ് മഹാത്മാഗാന്ധി റോട്ടി കപ്പട 5 വർഷ പദ്ധതി ഹരിത വിപ്ലവ് ഹരിബി ഘടാവോ. അരീബി കിടാവോ എന്ന് വെച്ചാ എന്തുവാ? എന്ന് വെച്ചാ ഈ ഇംഗ്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെ ഒരു സാധനം. ഇംഗുലാബ് സിന്ദാബാദ്. അപ്പൊ നിനക്കെല്ലാം ശരിയായിട്ട് മനസ്സിലായി. ഇത് ഇത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇതൊക്കെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കേൾക്കണതല്ലേ. ഞാനേ തൊഴിലാളി വർഗത്തിന്റെ നേതാവാ. വാസാറേ, ഓ ഇതുപോലുള്ള കണ്ണാട ഇനി വേറെ ആർക്കും കൊടുക്കല്ലേട്ടോ. എന്റെ രാമു, സംഭവിച്ചു പോയി. നീ ഒന്നങ്ങ് ക്ഷമിക്കേ. എന്തായാലും ഇന്നത്തെ ദിവസം നല്ല ദിവസാ. ഓ ആ രാമു വന്നല്ലോ. ഉണ്ണിമല, നീ ആ രാമുവിനെ ഒന്ന് റോഡ് കടത്തിക്കൊണ്ട് വന്നേ. ഞാനങ്ങ് ചെല്ലുമ്പോഴേക്ക് ഒരു നേരം ആവും. ആരാ? ഉണ്ണിപാലനാ? അല്ലാതെ നിന്റെ കൈ കയറി പിടിക്കാൻ സ്നേഹമുള്ള വേറെ ആരുണ്ടാ ഇവിടെ? പതുക്കെ. ആ എന്താ രാമുവേ, ഇന്നലെ കണ്ടില്ല. കാവിലൊന്നു പോയി കൃഷ്ണേട്ടാ. മെച്ചോണ്ടായോ? ഏയ്, കറണ്ട് പോയ കാരണം ആകെ പുലുവാലായിരുന്നേ. രണ്ട് സ്ട്രോങ് ചായ. എടേ, ഒരു 102 ചായ, അത് 100 ക്യാൻസൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ജയിച്ചോ? ജയിച്ചു. ജയിച്ചു. പക്ഷെ അതിനിടയിൽ കുറെ കോളയും കുടിച്ചവന്മാര്. എന്തായാലും സച്ചിൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇന്ത്യക്ക് നല്ല കാലാ. പക്ഷെ ആരിപ്പോ സെഞ്ചുറി അടിച്ചൊന്നും കേൾക്കണല്ലോ. അതെങ്ങനെ അടിക്കുന്നേ? അത് അടിക്കണമെങ്കിലേ ആദ്യം അതിനിടയിലുള്ള അവരെ കോള ഓടി നിർത്തണം. ഇതൊരു ബോൾ അടിക്കും, ഒരു കോള ഓടിക്കും, പിന്നെ ഒരു ബോൾ അടിക്കും, പിന്നെ ഒരു കോള ഓടിക്കും. അത് വല്ല കൊക്കക്കോള കമ്പനിക്കാരുടെ പരസ്യമായിരിക്കാൻ ഉണ്ണിവാലോ. ഈ കണ്ണു കാണാത്ത ആളെ എങ്ങനെയാ ക്രിക്കറ്റ് കളി കാണുന്നത്? അതാ രാമു. അവന്റെ മനക്കെട്ടിന് നമ്മുടെ കണ്ണുകളെക്കാൾ 100 ഇരട്ടി ശക്തിയാ. യവനെ ക്രിക്കറ്റ് കളിയിലെ ലെഫറിയാക്കാൻ വിളിച്ചതല്ലേ? ഞാൻ പറഞ്ഞു പോണ്ടാന്ന്. അല്ലടാ രാമു. നീ പോയി ചായ ഇടാ, വിട്ടുതരം പറയാതെ. ദേ, പോടാ ഹൈ ക്ലാസ് വിട്ടി. ഇവിടെ അധികം കാലം എന്റെ സേവനം തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒയ്യോ, ഒരു ചായ എനിക്ക് കൂടി. ഒരു 101 ചായ കൂടി. അതിൽ 100 ക്യാൻസൽ. കവലയിലെ ആളുകൾ വന്നു തുടങ്ങിയോ? സർക്കസാര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ വയറ്റത്ത് അടിക്കോ കൃഷ്ണേട്ടാ? നീ ചായ കുടിച്ച് നേരത്തെ പോയി തുടങ്ങി. ഓ, സഹോദരി സഹോദരന്മാരെ,
അമ്മയും പെങ്ങളും തളർന്നു കിടക്കുന്ന അച്ഛനും ഉൾപ്പെടെ 4-5 വയറുകൾ പോറ്റേണ്ട ഒരു വലിയ ഭാരം ചുമലിലെത്തിയവനാണ് ഞാൻ. പക്ഷേ ഭാരം വലിക്കുന്ന ഈ കഴുതയ്ക്ക് ഭഗവാൻ കണ്ണു തന്നില്ല. എങ്കിലും ഈശ്വരൻ ധ്യാനിച്ച് ഞാൻ തന്നെ എന്റെ ചങ്കിൽ കുത്തിക്കുറിച്ച ഏതാനും പാട്ടുകൾ ഇവിടെ പാടാം. നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ ചെറിയ സംഖ്യയിൽ തന്ന് അനുഗ്രഹിച്ചാണ്. ചെറിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കണ്ട. എന്റെ പാട്ട് കേട്ടിട്ട് ഇനി ആരെങ്കിലും 1-2 ലക്ഷം രൂപ തന്നാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കേട്ടോ. എനിക്ക് അങ്ങനെയുള്ള അഹങ്കാരമൊന്നും ഇല്ല. എന്നാ തുടങ്ങട്ടെ. കാവിലമ്മേ, ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാ നടമാടും. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. വഴിയമ്പലത്തിൽ വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. ഒരു ചാൺവയറിന് ഉൾത്തുടി താളത്തിൽ കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ, കണ്ണീർ പാട്ടുകൾ പാടാം ഞാൻ. ഓ ഓ ഓ ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. വേദനയെല്ലാം വേദാന്തമാക്കി ഞാനിന്നൊരീണം പാടി. സുന്ദരരാഗത്തിൻ സിന്ദൂര കിരണങ്ങൾ കുരുടന്നു കൈവടിയായി, കുരുടന്നു കൈവടിയായി. ഓ ഓ ഓ ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും,
കനവുണരും ഉയിരിൻ വേദിയിൽ സ്വരകന്യകമാർ നടമാടും ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും നീ കാശെടുത്തോണ്ട് പോരുത്. ഈ പാവം ചങ്ക് പൊട്ടി പാടിയുണ്ടാക്കിയ കാശ അത് തിരിച്ചു കൊടുക്കണ. അധികം തുള്ളിയ കുത്തി കീറി ഞാൻ. ഇത് ഞാനും എന്റെ അനിയനും തമ്മിലുള്ള ഇടപാടാ. ഞങ്ങൾ കൊടുത്തോളാം. പറഞ്ഞേ പൈസ കൊണ്ടുവല്ലേ ചേട്ടാ. അയ്യോ രാമു, എഴുന്നേക്കടാ, എഴുന്നേക്ക്. പൈസ കൊണ്ടുവല്ലേ ചേട്ടാ. തനിക്കല്ലേ ചേട്ടാ. അവൻ പോയടാ. എന്താ എല്ലാരും നോക്കി നിൽക്കണേ? ഈ പാവത്തിലെ പട്ടിയെ പോലെ തന്നെ കാശ് എടുത്തോണ്ട് പോയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരുത്തിന് ഒന്നും മിണ്ടിയോ? കൃഷ്ണേട്ടൻ വേണ്ടിട്ട് ഇപ്പൊ എന്തായി? വാരാം. എനിക്ക് ഇന്ന് ഇനി ഒരു വരി എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല. വീട്ടിൽ ചെന്ന് അമ്മോട് എന്താ പറയാ? 2 ദിവസമായി വീട്ടിലുള്ള ഒരു കട്ടൻ ചായ കുടിച്ച് വിശപ്പടക്കണ കൃഷ്ണേട്ടാ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അത് ബസ്സിന്ന് ഇറങ്ങുമ്പോ ഒന്ന് വീണതാ. കണ്ണ് കാണാത്ത ആളാവുമ്പോ സൂക്ഷിച്ചു പോണം. ഉണ്ണിക്കുട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? കണ്ണ് കാണില്ല എന്നുള്ള കാര്യം രാമേട്ടൻ എപ്പോഴും അങ്ങ് മറക്കും. എന്താ എന്താ നേരത്തേന്നോ? ഇന്ന് സെന്ററിലെ ആളൊന്നും ഇല്ലായിരുന്നു. മാത്രല്ല ഇന്ന് മുടിയാട്ടല്ലേ, അതുകൊണ്ട് പാട്ട് നേരത്തെ അങ്ങ് നിർത്തി. എന്താ രാമുവേട്ടൻ മുടിയാട്ടത്തിന് വരണുണ്ടോന്ന്? എന്റെ കാവിലമ്മേ, ഈ വീണ വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചുറ്റിപ്പോയേനെ. ഉണ്ണിക്കുട്ടാ, ഞാൻ വരണില്ലടാ. രാമേട്ടന് മേലെ ആ ഒരു വേദന. വേഗം നടക്ക്. സന്ധ്യക്ക് മുമ്പ് വൈദ്യുതി അടുത്ത് എത്തണം. അച്ഛനുള്ള എണ്ണയും കുഴമ്പും വാങ്ങിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും. ദേ കൊച്ചേട്ടൻ വന്നല്ലോ. ഞാൻ പറഞ്ഞത് വാങ്ങിച്ചോ കൊച്ചേട്ടാ? വാങ്ങിച്ചില്ലല്ലേ? എനിക്കറിയാം, വെറുതെ അയച്ചു. ദേ കാവിലിപ്പാൻ ബ്ലൗസിലെന്ന് പറഞ്ഞപ്പോ ലക്ഷ്മി തന്നതാ ഇപ്പൊ ഇട്ടേക്കണേ. കൊച്ചേട്ടനുള്ളപ്പോ എനിക്ക് അങ്ങനെ ഇറക്കേണ്ട കാര്യമുണ്ടോ? വാങ്ങിച്ചോ? കൊച്ചേട്ടൻ നേരത്തെ കൊണ്ടുവരാതിരിക്കോടി. ഹായ്, ഇഷ്ടായോ? പിന്നെ എന്റെ കൊച്ചേട്ടന്റെ സെലക്ഷൻ അല്ലേ. എന്താന്നൊരു പുന്നാരം? ഇത് കണ്ടോമേ? സമാധാനായല്ലോ. ഇതുവരെ തുണി കൊണ്ടുവരുമോന്ന് പറഞ്ഞ് ചെവി തല കേൾപ്പിച്ചിട്ടില്ല പെണ്ണ. കൊച്ചേട്ടൻ വേഗം വിളിക്ക്, കാവില് പോണ്ടേ? എനിക്ക് വയ്യ. നീ ലക്ഷ്മിയും കുട്ടി പോയിക്കോ. ഞങ്ങൾ ഒറ്റയ്ക്കോ? ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയുടെ അമ്മയില്ലേ കൂടെ? എന്നാലും കാവില് ആരപ്പം നിങ്ങളെ പിടിച്ചിന്നാ നിക്കണേ? എന്നാ ഞാൻ പോവാട്ടോ. രാത്രി ഒത്തിരി വൈകണ്ടാട്ടോ. ഇല്ല. തുണി ലക്ഷ്മിയുടെ അമ്മയുടെ കൊടുത്തോളൂ. എന്താ പെണ്ണിന്റെ ഒരു തുള്ളിച്ചാട്ടം? ബ്ലൗസിന്റെ തുണി കിട്ടിയോണ്ടാവും അങ്ങനെ ഒരു കഴുതക്കുട്ടി. എല്ലാം വാങ്ങിയോ മോനെ? എല്ലാം വാങ്ങാൻ കാശ് തേങ്ങില്ല അമ്മേ. എണ്ണയും കുഴമ്പും ഒക്കെ ഇതിലുണ്ട്. എന്തേ നിന്റെ ചുണ്ടില്? അതൊന്ന് വീണതാ. എന്നിട്ട് വേറെ എന്തെങ്കിലും പറ്റിയോ നിനക്ക്?
ഒന്നുമില്ല അമ്മേ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടക്കണ്ടേ മക്കളെ? സാരില്ല അമ്മേ. കുളിക്കത്തിരി വെള്ളം ചൂടാക്കി അമ്മ. എവിടെ ഇതിനകത്ത് പുകല? പുകലതിലില്ലേ? എന്റെ അടുത്ത് പൊട്ടം കളിച്ചാലുണ്ടല്ലോ. അളന്ന് കിടക്കണമെന്നൊന്നും കരുതണ്ട, ഒന്നളെ ഞാൻ എല്ലാത്തിനെയും. അച്ഛന്റെ പിണ്ണം വയ്ക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു അവന്റെ അമ്മയുടെ എണ്ണയും കുഴമ്പും. അമ്മയുടെ നായര്. അത് പൊട്ടിച്ചു അല്ലേ? ആ പൊട്ടിച്ചു. എന്താ എന്നെ തല്ലണോ നിനക്ക്? വാടാ വന്ന് തല്ലിക്കോ. ഭാർഗവൻ നടന്ന പട്ടിയെ പോലെ കിടക്കുകയല്ലേ നിന്റെ ഔദാര്യമൊക്കാത്ത്. എത്രയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന എവിടെന്നാന്നറിയോ? കൃഷ്ണനോട് കടം വാങ്ങിട്ടാ. എന്തുകൊണ്ടാ കടം വാങ്ങിയെന്നോട് പറയടാ. എറിഞ്ഞു പൊട്ടിച്ചവൻ അതുകൂടി അറിയട്ടെ. എന്താ ഉണ്ടായേ? ഇവനൊന്നും പറഞ്ഞില്ല അല്ലേ? ഇല്ല. പറയില്ല. ചങ്കു കുത്തി പറിച്ചാലും ചിരിക്കല്ലേ ഉള്ളൂ. കൃഷ്ണട്ടാ കൂടപ്പുറപ്പാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കണ്ണി ചോരയുണ്ടോ ആ ദുഷ്ടനെ? ഇവൻ ചങ്കുപൊട്ടി പാടിയുണ്ടാക്കിയ കാശ് മുഴുവൻ തൂത്തുവാരിക്കൊണ്ട് പോയി. ഇവനെ കവലയിലിട്ട് ചവിട്ടിക്കൂട്ടി. ചന്ദ്രന്റെ കാര്യമാണോ പറയണത്? പിന്നല്ലാണ്ടാര്? നാട് മുഴുവൻ വിറപ്പിച്ചിടുന്ന ഭാർഗവൻ ചട്ടമ്പിയുടെ മോനല്ലേ. വിത്തുകുളം കാട്ടാൻ ഒരാളെങ്കിലും വേണ്ടേ? പക്ഷെ ഇങ്ങനെ പോയാ തന്തയുടെ നട്ടല്ലൊടിച്ചിട്ടതുപോലെ ഇട്ടേക്കില്ല നാട്ടുകാര്. കുത്തി മലർത്തും. നടു റോട്ടിൽ കിടന്ന് വെള്ളം കിട്ടാതെ ചോര നക്കി കുടിച്ച് ചാകേണ്ടി വരും അവിടെ. കൃഷ്ണേട്ടാ മതി. ഇല്ല, ഇനി പറയാതെ വയ്യ. പല തവണയായി അവൻ ഈ പോക്കിരിത്തരം കാണിക്കുന്നു. വീട്ടിൽ പറയണ്ട പറയണ്ടാന്ന് ഇവൻ തടഞ്ഞിട്ടാ. 8 വയസ്സിൽ എന്നെ വിട്ടുപോയ എന്റെ അപ്പൂന്റെ സ്ഥാനത്താ ഞാനിവനെ കാണുന്നത്. കന്തം പൂട്ടിലെ കന്നനോട് കാട്ടിലെ തേങ്കിലും കാണിച്ചൂടെ ഇവരോട്? ഞാൻ ഇറങ്ങുക. മോനെ ഭഗവതി. ഞാൻ പറഞ്ഞപ്പോ വിശ്വാസമായില്ലോ എനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേർജിനിറ്റി നഷ്ടപ്പെടാത്ത ശ്യാമള കോമള തീരെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. റിയലി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. വെറും ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ പോരാ. ഇറ്റ്സ് ലൈക്ക് എ പ്രെറ്റി വോളപ്റ്റസ് യങ് വുമൺ. കല്ലിലടിച്ച് കീറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. മുതലാളി വരുന്നുണ്ടെന്നാ തോന്നാ. ഓ
വള്ളിക്കുന്ന് ഗ്രാമത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം ലോകത്തൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ശാന്തസുന്ദരമായ കായൽ, കായലിനപ്പുറം മലനിര, അതിനുമപ്പുറം വള്ളിക്കുന്ന് പുഴ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നാണയ വിശേഷങ്ങൾ? ഞങ്ങളുടെ മാവേലി തമ്പുരാനല്ലേ വന്നേക്കണേ. ഇതിൽ കൂടുതൽ എന്ത് വിശേഷമാണ് ഈ അടിയങ്ങൾക്കുള്ളത്? ഇവരൊക്കെ ആരാ മുതലാളി? ഇത് മിസ്റ്റർ വിനോദ് ഭാസ്കർ, കേന്ദ്രമന്ത്രി ഭാസ്കർജിയുടെ മകനാ. ഇത് വിനോദിന്റെ ഭാര്യ മിസ്സിസ് ജയന്തി വിനോദ്. രണ്ടുപേരും കുറച്ചു ദിവസം നമ്മളുണ്ടാവും. അടിയങ്ങളുടെ ഭാഗ്യം. ഇത് നാണയമ്മ, ഇതെന്റെ ഇവിടുത്തെ കാര്യസ്ഥൻ രാഘവൻ, അത് കുമാരൻ, അത് ചന്ദ്രൻ. മുതലാളി ഇന്ന് വരും നാളെ വരുന്ന കരുതി കാത്തിരിക്കാൻ നാട്ടുകാർ മുഴുവൻ. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ വരാതിരിക്കോ കുമാര? കമോൺ മേശരി, ആ പെട്ടികളൊക്കെ എടുപ്പിച്ചോളാം. ചന്ദ്ര, കൂട്ട കാശുള്ള വീട്ടിലെ കുട്ടിയാന്ന് കണിശ. എന്താ അതെ അതെ, തോമാച്ചിന് ഇവിടുത്തെ കിരീടം വെക്കാത്ത രാജാവാണല്ലേ. ഒക്കെ വെറും പാവങ്ങളാ, ശുദ്ധഗതിക്കാര്. അവരുടെ ദൈവമാണ് തോമസ് സാറല്ലേ? അതെന്റെ പ്രവൃത്തിയുടെ ഗുണമാ. ഞാൻ അവരെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു, അവരെന്നെ ബഹുമാനിക്കുന്നു, അത്രേ ഉള്ളൂ. ആ പിന്നെ ദാ ആ ബെഡ്റൂം നിങ്ങൾക്ക് കിടക്കാം. AC ഉണ്ടോ? ഈ ഗ്രാമം മുഴുവൻ സെൻട്രലൈസ്ഡ് ഏസിയാ. ഫാന്റെ പോലും ആവശ്യമില്ല. ജനാലെ അങ്ങോട്ട് തുറന്നിട്ടാൽ അസല് കാറ്റാ പുഴയെന്ന്. ചന്ദ്ര, എന്തോ ആ പെട്ടികളങ്ങ് തെക്കേ മുറിയിലോട്ട് വെച്ചേക്ക്. ശരി മുതലാളി. അപ്പൊ ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആകാം. എന്ത് വേണമെങ്കിലും ആവാം. ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി, അല്ലേ മിസ്ത്രി? അത് പിന്നെ പറയാനുണ്ടോ? എന്താ വേണ്ടെച്ചാ പറഞ്ഞാ മതി. ഈ റൂമൊക്കെ ഡസ്റ്റ് ആണല്ലോ. ഡോൺ വെറി, അതൊക്കെ നമുക്ക് ഉടനെ ക്ലീൻ ചെയ്യിക്കാം. വിനോദല്ലേ? ഓക്കെ. എന്താ മേസ്ത്രി ഇത്? ഒക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ? ഞാനും ചന്ദ്രനും കൂടെ ഒക്കെ അടിച്ചു തുടച്ചതാ. എന്നാ കുറച്ച് ദിവസമായി. തെങ്ങി കയറിക്കണേന്റെ തിരക്കിനിടയ്ക്ക് ആ ഭവാനിയമ്മ എന്തേ? ഭവാനിയമ്മയ്ക്ക് തീരെ വയ്യ. ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ അസ്കരിയുണ്ടേ. എന്നാ പിന്നെ വേറെ ആരെങ്കിലും വിളിച്ചേപ്പിച്ചൂടായിരുന്നോ? പണിക്കാരെ കിട്ടുന്നപ്പോ വലിയ പാടാ. വിനോദിന്റെ ഭാര്യ ഒരു കോടീശ്വരന്റെ മോളാ. നമ്മുടെ ഗസ്റ്റുകളായിട്ട് അവരെ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഭവാനിയമ്മയോട് ഞാൻ പറഞ്ഞെന്ന് പറ. ഓ ആ, എന്ത് സങ്കടം ഞാനിനി ആരോടാ പറയാ? നീ ഒന്ന് കരയാണ്ടിരിക്കടി. നമുക്ക് സമാനം ഉണ്ടാക്കടി സരു. ഞാനല്ലേ പറയണേ. മധ്യസ്ഥനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനിക്കാം. കൃഷ്ണേട്ടൻ വന്നോ? വന്നു. വരാണ്ടിരിക്കാൻ പറ്റുമോ? എന്താ കൃഷ്ണേട്ട ഇപ്പൊ ചെയ്യാ? മോനെ ശിവൻകുട്ടി, ഒരു അവധിയും കൂടെ നീ കേൾക്കണം. നോ, പറ്റില്ല. അച്ഛനെന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്തുവാ പറയാനാ? വീട് ഭരിക്കണവൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. ഇപ്പൊ ഭാർഗവം വെറും പട്ടിയാ. പട്ടിയാണേലും പൂച്ചയാണേലും കൊള്ളാം. എന്നെ പോലെ സുന്ദരനും സുമുഖനുമായ ഒരു വണ്ടിപ്പണിക്കാരന് 15 പവനും 15,000 ഉറുപ്പിയും മാർക്കറ്റിൽ ഡിമാൻഡ് ഉള്ളപ്പോഴാ ഞാൻ ഇവിടെ കഴുത്തിൽ ഈ ചരട് കെട്ടിയത്. ലക്ഷവും കോടിയൊന്നും മേടിച്ചിട്ടല്ല, വെറും 12,000 ഉലുവയ്ക്ക്. അതിൽ തന്നെ 5,000 കടവും. ലോണിന്റെ പൈസ കിട്ടിയ ആ നിമിഷം അളിയന്റെ കുടിയെ കൊണ്ടുതരാം. അളിയൻ അടങ്ങ് കള. കണ്ണുപൊട്ടനായതുകൊണ്ട് സർക്കാരിൽ നിന്ന് ലോൺ എളുപ്പം കിട്ടുമല്ലോ എന്ന് കരുതിയാ അന്ന് കടം പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചത്. എന്നിട്ട് ഒടുക്കം പറഞ്ഞ അവധിയും തീർന്നിട്ട് ഇന്നേക്ക് ദിവസം 4 ആയി. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാ. ഇനിയൊരു അവധി ശിവൻകുട്ടി കാക്കുന്ന പ്രശ്നമേ ഇല്ല. എടാ, ലോണിന് വേണ്ടി ഞങ്ങൾ ആ ആഫീസിനടുത്ത് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാളെ തരായെന്നറിയാവോ? എനിക്കതൊന്നും കേൾക്കണ്ട. വേണമെങ്കിൽ ഇപ്പോഴും വേറെ കെട്ടാൻ ഡിമാൻഡ് ഉള്ളവനാ ഈ ശിവൻകുട്ടി. വെള്ളം ഉണ്ടെങ്കിലല്ലേ മുങ്ങാൻ പറ്റൂ. ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞാൽ നെറ്റിമേ പോരാൻ ഒരു തുട്ടുവടില്ല. ഇല്ലെങ്കിൽ വേണ്ട. ദേ ഉരുപ്പടി അങ്ങോട്ട് പിടിച്ചോ. പൈസയും കൊണ്ട് വരുമ്പം ഞാൻ തിരിച്ചെടുത്തോളാം. അയ്യോ, അങ്ങനെ പറയില്ല അളിയ. സരോജത്തെ ഇവിടെ നിർത്തിട്ട് പോയാൽ ആളുകൾ അറിഞ്ഞ നാണക്കേടാ. അറിയട്ടെ, 4 ആൾ അറിയട്ടെ. സ്വന്തം പല്ലുടെ കുത്തി എന്തിനാ ഇങ്ങനെ നാട്ടിക്കണത്? നാറ്റിക്കടി, നിങ്ങളെ ഒക്കത്തിനെയും ഞാൻ നാറ്റിക്കും. ഞാൻ പോവാ. കാശും കൊണ്ട് മാത്രം നീ അങ്ങോട്ട് വന്നാ മതി. അളിയ പിണങ്ങി പോവല്ല അളിയ. എന്റെ ഒരു അവധി കൂടി അളിയൻ കേക്ക്. അളിയൻ പോയോ കൃഷ്ണേട്ടാ? ശിവൻ പോയി രാമു. ആരാത്? രാഘവ മേസ്ത്രിയാ? അതെ, ശിവൻകുട്ടി ദേഷ്യപ്പെട്ടാണല്ലോ പോയത്. എന്തു പറ്റി? സ്വന്തം ഭാര്യയ്ക്കും കുടുംബത്തിനും 5,000 രൂപ പോലും വില കൽപ്പിക്കാത്ത ദ്രോഹി. പിന്നെ ഞാൻ വന്നത് ഒരു അത്യാവശ്യ കാര്യത്തിന്. മുതലാളി വന്നിട്ടുണ്ട്. വന്നോ? വന്നു. കൂടെ ഡൽഹിയിൽ നിന്ന് മന്ത്രിയുടെ മോനും ഭാര്യയും. AC റൂമിലൊക്കെ താമസിച്ച് ശീലിച്ചവരല്ലേ. അടിച്ചും തുടച്ചും എപ്പോഴും നല്ല വൃത്തിയാക്കി ഇടണമെന്ന് നിർബന്ധം. പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പണിക്കൊരാളെ കിട്ടണ്ടേ? എനിക്ക് വയ്യാന്നുള്ള വിവരം പറഞ്ഞില്ലേ? പറയാണ്ടല്ല, മുറികളിലൊക്കെ കയറി ഇറങ്ങി പണിയെടുക്കേണ്ടതല്ലേ. വിലപിടിപ്പുള്ള പല സാധനങ്ങളും കാണുകയെ. വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയ ഒരാള് വേണ്ടേ? വാസന്തിക്കൊന്ന് പോയാലെന്താ? വെറുതെ തുള്ളിച്ചാടി നടക്കുകയല്ലേ. വല്ല വീട്ടിലെ അടുക്കളപ്പണിക്ക് പോകാൻ എനിക്ക് വയ്യ. ഓ, അവള് കണ്ണുപൊട്ടം കളക്ടറുടെ അനിയത്തിയല്ലയോ? 4 കാശ് കിട്ടണ പണി ചെയ്യാൻ സമ്മതിക്കത്തില്ല ആ തണ്ടി. അച്ഛൻ എന്തൊക്കെയാ പറയണേ? അച്ഛൻ പറഞ്ഞോട്ടെ മോളെ. ഇഷ്ടല്ലെങ്കിൽ പോണ്ട.
മേസ്ത്രി പൊയ്ക്കോളൂ, എനിക്ക് വയ്യെങ്കിലും ഞാൻ വരാം. ആവു സമാധാനായി. രാമുവേ അപ്പൊ പോവാ. ശരി മേസ്ത്രി. നീ വിഷമിക്കാണ്ടിരിക്കേ, എല്ലാം ശരിയാകും. തക്ക സമയത്തിൽ തന്നെയാ തോമസ് സാർ എത്തിയത്. നീ നോക്കിക്കോ, ആ ബാങ്ക് മാനേജറെ കൊണ്ട് നിന്റെ ലോൺ ഞാൻ ഇന്ന് തന്നെ പാസ്സാക്കി. നേരാണോ കൃഷ്ണേട്ടാ? തോമസ് സാറ് പറഞ്ഞാൽ ലോൺ കിട്ടുമോ? കിട്ടുമെന്നോ? തോമസ് സാർ ആ ഫോൺ എടുത്തൊന്ന് കറക്കിയാ മതി. 5000 അല്ല 5 കോടി ലോൺ കിട്ടും. ആരാ? ശിവരാമനാ? ആ, ഞാൻ XMB തോമസ് ചാക്കോ. അതെ, നമ്മുടെ വള്ളിക്കുന്ന് പഞ്ചായത്തിലെ 8ാം വാർഡിലെ രാമു എന്നൊരു ബ്ലൈൻഡ് ഒരു ലോൺ ആപ്ലിക്കേഷൻ തന്നിരുന്നല്ലോ, അതെന്തായി? വകുപ്പും നിയമമൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ മനുഷ്യർ ഉപദ്രവിക്കാൻ വേണ്ടിയല്ലല്ലോ. എടോ, കോടിക്കണക്കിന് രൂപ ഇവിടുത്തെ മുതലാളിമാർക്കും രാഷ്ട്രീയ ദല്ലാളന്മാർക്കും ലോൺ കൊടുത്ത് മുടിക്കുന്ന ഒരു ബാങ്ക് അതൻ്റെത്. ഇതൊന്നും അല്ലെങ്കിൽ ഒരു അന്തന് കൊടുക്കുന്ന ലോണാ. 5000 രൂപ തനിക്ക് പുണ്യമെങ്കിലും കിട്ടും. തന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണ്ടല്ലോ. അതോ ഇനി തനിക്ക് പോക്കറ്റ് പണി കിട്ടാഞ്ഞിട്ടാണോ? ആ അത്രയ്ക്ക് സത്യസന്ധനാണെങ്കിൽ അത് ഉടനെ ഒന്ന് പാസ്സാക്കി കൊടുക്ക. മതിയല്ലോ. മതിയോന്നോ? ഇത് ധാരാളം. ഈ ഉപകാരത്തിന് സാറിനോട് എന്താ പറയണ്ടേന്ന്? ഒന്നും പറയണ്ട. ആരുടെ ഔദാര്യം അല്ലത്, നിനക്ക് കിട്ടാൻ അർഹത ഉള്ളതാ. ഞങ്ങൾ ഇറങ്ങട്ടെ. വാടാ. ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വില കൂടിയ സെന്റിന്റെ മണം. ഡൽഹിയിൽ നിന്ന് വന്ന വിനോദിന്റെ ഭാര്യ ജയന്തി. ഇത് രാമു, നമ്മുടെ ഭവാനിയമ്മയുടെ മോന. നല്ല അസലായിട്ട് പാടും. പാടുക മാത്രമല്ല, പാട്ടെഴുതും. അതിന് ഈണവും ഉണ്ടാക്കും. പാട്ടെഴുതിയേ? അതെങ്ങനെ? മനസ്സിൽ കുത്തിക്കുറിക്കും, പിന്നെ അങ്ങോട്ട് പാടും. എന്തിനെ കുറിച്ചാ പാടുന്നേ? ദൈവങ്ങളെ കുറിച്ച്, പിന്നെ ഈ സുന്ദരമായ ഭൂമിയെ കുറിച്ച്. മൈ ഗോഡ്, ഐ കാൻ ബിലീവ്. ഒന്നും കാണാതെ പിന്നെ ഇതൊക്കെ എങ്ങനെ എഴുതുന്നേ? വിരലോണ്ട് തൊട്ട് അവനെല്ലാം അറിയാം. ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. ആകാശം, സൂര്യൻ, ചന്ദ്രൻ, പുഴ, മഴ, മഴവില്ല്, പിന്നെ ഈ കാറ്റും വെയിലൊക്കെ നമുക്ക് അറിയാലോ. ആഴ്ചപ്പതിപ്പ് വരുന്ന കവിതയും നോവലും ഒക്കെ ഞാൻ വായിച്ചു കൊടുക്കും. അതെ അതെ. പിന്നെ എന്റെ വാസന്തി വർത്താനം പറയണ പ്രായമായപ്പോ അവൾ ഓരോന്ന് പഠിപ്പിക്കും. വാസന്തി വിരലോണ്ട് എന്റെ പുറത്ത് എഴുതിയ എനിക്ക് മനസ്സിലാവും. പിന്നെ കുറെ ഇംഗ്ലീഷ് വാക്ക് അറിയാം. നീ ഒരു പാട്ട് പാടി കേൾപ്പിച്ചേ. കയ്യിലുള്ളതൊക്കെ പഴയ സ്റ്റോക്കാ. പുതിയതൊരെണ്ണം എഴുതിയിട്ട് ഒരു ദിവസം പാടാം. ഇന്നിപ്പം മനസ്സിന് സുഖമില്ല. പോട്ടെ സാറേ. പിന്നെ നമ്മുടെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് എന്റെ ഒരു ഫ്രണ്ട് മിസ്റ്റർ ഐസക് ജോൺ വരുന്നുണ്ട്. അമേരിക്കന്നാ. പുള്ളിക്കാരൻ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റാ. വരുമ്പോ നീ ചെന്നൊന്ന് കാണണം. ജനിച്ചപ്പോ മുതൽ ഇങ്ങനെ ആയതുകൊണ്ട് കാഴ്ച കിട്ടില്ലെന്നാ പലരും പറയണേ. ആളുകൾ പറയുന്നൊന്നും നീ കേൾക്കണ്ട. ഡോക്ടർ വരട്ടെ, ഞാൻ അറിയിക്കാം. കൃഷ്ണനാരെ, ആ ലോണിന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ ഉടനെ എന്നെ വരും അറിയിക്കണം. പോകാം. എന്നാ KB രാമു, ഗോതോർബിൽ ഹൗസ് അല്ലേ? അതെ. മനഃപൂർവ്വം വെച്ച് താമസിപ്പിച്ചൊന്നുമല്ല. ഇതിനൊക്കെ ചില വകുപ്പുകളും നിയമങ്ങളൊക്കെ ഉണ്ടേ. അതൊന്നും നോക്കാതെ പണം എടുത്ത് തന്നാ റിട്ടയർഡ് ആകുമ്പോ ചിലപ്പോ ബാക്കിയുള്ളവന്റെ പെൻഷൻ വെള്ളത്തിലാവും. തോമസ് സാറിനെ പോലെ ഞാൻ വായിൽ സ്വർണ്ണക്കരടിയായിട്ട് ജനിച്ച ആളൊന്നുമല്ല. അയ്യോ, സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവന്റെ നിവൃത്തികേട് കൊണ്ടാ. എന്റെ അളിയനായതുകൊണ്ട് പറയല്ല. കണ്ണില്ലാത്തൊരു പാവത്തിനെ സഹായിച്ച സാറിന് 100 പുണ്യം കിട്ടും. ചെകുത്താനും കടലിന് ഇടപെട്ട അവസ്ഥയാണ് ഞങ്ങളുടെ. നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞിട്ട് നടത്തി കൊടുത്തില്ലെങ്കിൽ നാട് കടത്തും. വകുപ്പിൽ എന്തെങ്കിലും കൈപ്പിഴ പറ്റിയ സർക്കാർ കൊങ്ങയ്ക്ക് പിടിക്കും. എന്താ ചെയ്യ? കുരയ്ക്കേം വേണം, വാലാട്ടയും വേണം. ഇതാ ഇവിടെ ഒന്ന് ഒപ്പിടും. കിട്ടിയോ കൊച്ചേട്ടാ? കിട്ടി. അമ്മേ, ലോണിന്റെ പൈസ കിട്ടിയെന്ന്. തോമസ് സാറ് വിളിച്ചു പറഞ്ഞ നടക്കാത്ത കാര്യമുണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത്? എന്നിട്ടും ആ മാനേജർ ഒന്നും മടിച്ചു. പിന്നെ മുഖത്ത് നോക്കി ഞാൻ 4 മൊഴി പറഞ്ഞപ്പോഴാ അയാള് പണപ്പെട്ടി തുറന്നേ. അത് ശരിയാ. അതെ അതെ, ഇത് കിട്ടാൻ ഇവൻ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? പൈസ കിട്ടിയല്ലേ മക്കളെ? അമ്മ വന്നു. ഇനി അളിയൻ പറഞ്ഞ ചടങ്ങാവല്ലോ അല്ലേ സരോ? അമ്മേ, അമ്മയുടെ കൈ കൊണ്ട് തന്നെ അളിയന് കൊടുത്തരേ. ശിവൻകുട്ടി, ഇത് മുഴുവൻ ഇപ്പൊ തന്നെ നിനക്ക് വേണോ? ഇതാ എനിക്ക് ഇഷ്ടപ്പെടാതെ.
അളിയനെന്താ പറഞ്ഞേ? വീട്ടിൽ വന്നാൽ ഉടനെ വേണ്ട അമ്മേ, കൊടുത്തേക്ക്. സരോജത്തിന്റെ കടം മുഴുവൻ അങ്ങ് തീർത്തെ. അതല്ലെങ്കിലും എന്റെ പൊന്നളിയൻ അങ്ങനെയേ പറയൂ. അതുകൊണ്ടാ എന്റെ അളിയൻ എനിക്ക് ഇത്രയ്ക്ക് ഇഷ്ടം. അല്ലേ അമ്മേ? ഐശ്വര്യമായിട്ട് അത് കണ്ടു തന്നെ. അളിയ, ഇനിയെങ്കിലും സരോജത്തിനെ കണ്ണീര് കുടിപ്പിക്കില്ല അളിയ. ചങ്കു കുർത്തിന് വർത്തമാനം പറയല്ല അളിയ. ഞാൻ ഈ രൂപ വാങ്ങിച്ചത് ആർക്കു വേണ്ടിയാ? എന്റെ വൈഫ് സരോയ്ക്ക് വേണ്ടി. ശിവൻകുട്ടിയെ, ഓ, ഇവിടെ ഒരുത്ത ഇങ്ങനെ കിടക്കണ കാര്യം മറന്നോടാ? നോ, ആര് മറന്നാലും എന്റെ സരോന്റെ പൊന്നത്തിനെ ഈ ശിവൻകുട്ടി മറക്കോ? എന്നാൽ ഒരു 100 രൂപ എനിക്ക് എന്നേച്ച് പോടാ. ഓക്കേ, അമ്മേ അച്ഛന് കൊടുക്ക്. അമ്മയും പിടിക്കുന്ന 100 രൂപ. സന്തോഷായി. സോറി. എന്നും എല്ലാരും ഇങ്ങനെ സന്തോഷായിട്ടിരിക്കുന്ന എന്റെ പ്രാർത്ഥന. ഒതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ ആതിരരാവു മേലെ തിരുവാതിരരാവു മേലെ. തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ ആതിരരാവു മേലെ തിരുവാതിരരാവു മേലെ. പൈമ്പാല് കണ്ണി നീലപ്പാല് കരയത്തെ പൈമ്പാല് കണ്ണി നീലപ്പാല് കോരിക്കുടിക്കാൻ തോന്നണ് കോരിക്കുടിക്കാൻ തോന്നണ്. മുറ്റത്തെ മുല്ലയിൽ മോന്തിച്ചില്ലയിൽ മുന്നാഴി സ്വപ്നങ്ങൾ പൂക്കണ് ഹായ് ഹായ് പൂക്കണ്. തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി കാക്കക്കറുമ്പിയെ പോലെ അമ്പിളിക്കൊത്തും കൊണ്ടു നടക്കണ ആതിരരാവു മേലെ തിരുവാതിരരാവു മേലെ. നീ രാമുവിന്റെ പെങ്ങളല്ലേ? അതെ. രാമു എവിടെ? കൊച്ചേട്ടൻ ജോലിക്ക് പോയി. എവിടാ? സെന്ററില്. അവനോട് ഡോക്ടറെ കാണാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് തന്നെ പോണം. അതെങ്ങനെ അവനെ ഒന്ന് അറിയിക്കുന്നേ? ഞാൻ പോയി പറയാം. മേസ്തിരി അടുത്ത് ഞാൻ ഒരു കത്ത് കൊടുത്തു വിടാം. അതുകൊണ്ട് പോയി കൊടുത്താൽ മതി. ഓ, ആരാത്? നമ്മുടെ ഭവാനി അമ്മയുടെ മോളാ. ഓ, അന്ന് വന്ന ബ്ലൈൻഡിന്റെ സിസ്റ്റർ അല്ലേ? അതെ. മറ്റേ കുട്ടി? അത് ഏതാ കുട്ടി? എന്റെ കൂട്ടുകാരത്തിയാ, ലക്ഷ്മി. എവിടത്തെയാ? ഇല്ലഞ്ഞി പോയില്ലേ? ഓ, നമ്മുടെ കല്യാണമ്മയുടെ മോളോ? ആ. ആ കുട്ടി ഊമയാ. അയ്യോ പാവം.
മിടുക്കി കുട്ടിയല്ലേ? ഇവളുടെ അച്ഛൻ ലോറി തടി കയറ്റിക്കൊണ്ടിരുന്നപ്പോ കയറ് പൊട്ടി തടി വീണ് മരിച്ചതാ. ഓ മൈ ഗോഡ്. ഫേറ്റ്. തോമാച്ചനി നാട്ടുകാരുടെ സകല ചരിത്രവും ഭൂമിശാസ്ത്രവും കാണാപ്പാടമാണല്ലോ. കണ്ണു പരിശോധിക്കുന്ന ഡോക്ടറെ കാണുന്ന കാര്യത്തിനാ. കൊച്ചേട്ടന് കാഴ്ച കിട്ടിയ നിന്റെ ഭാഗ്യ. പ്രാർത്ഥിച്ചോ. എന്നിട്ട് വേണം മൂലകുമടക്കി ഭരിക്കാൻ അണ്ണാർക്കണ്ണന് മോഹം. അമ്പോ അണ്ണാർക്കണ്ണന് മോഹം. അണ്ണാർക്കണ്ണന്റെ മോഹം കൊള്ളാലേ കൃഷ്ണേട്ടാ. കവിത നല്ല രസമുണ്ട്, ഒന്ന് വായിച്ചേട്ടെ. തന്നാലാവത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് തോർത്തില്ല, സാക്ഷിയായി തുണനിന്ന ലക്ഷ്മണനും തോർത്തില്ല. എന്ത്? രാമനും ലക്ഷ്മണനും തോർത്തില്ലെന്നോ? ആരെ ഈ കവിത എഴുതിയേക്കണേ? ഏതോ ഒരു ശ്രീധരൻ പോറ്റി. പോറ്റിയോ? അങ്ങനെ വരാൻ വഴി ഉണ്ടാവില്ലല്ലോ, ഒന്നുകൂടി നോക്കിയാൻ. തന്നാലാപത് ചെയ്തതിനൊരു ചെറു സമ്മാനം നൽകിയിടുമ്പോൾ രാമന് ഒരു ചെറിയ തിരുത്തുണ്ടടാ. എന്താ? രാമന് തോർത്തില്ലെന്നാ. അങ്ങനെ പറ. രാമനോ അതോർത്തില്ല, സാക്ഷിയായി തുണ നിന്ന ലക്ഷ്മണനോ അതോർത്തില്ല എന്നല്ലേ? അതെ അതെ, ഞാനും അതാ വിചാരിച്ചേ. ഈ തോർത്തില്ല തോർത്തില്ല എന്ന് മിമിക്രിയിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഒരക്ഷരം മാറിയപ്പോ സംഗതി അശ്ലീലമായനെ. ഈ കവിതയും നോവലും ഒക്കെ വായിപ്പിച്ച് കേക്കായി ഈ നാട്ടിൽ വിവരമുള്ള വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേടാ? സ്വന്തം മുതലാളിക്കിട്ട് തന്നെ വേണം. ഇതാണ് ഈ നാടിന്റെ ഒരു കുഴപ്പം. മുതലാളിയാകാനും മന്ത്രിയാകാനും ഒക്കെ കയ്യിൽ പണമുള്ള ഏത് വിവരദോഷം കൊണ്ടും പറ്റും. പക്ഷെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാകാനേ തലയിൽ ഇച്ചിരി പൈൽസ് വേണം. എന്നോടാ കളി. ഇതാര്? നീ എന്താ ഇങ്ങോട്ട്? കൊച്ചാട്ടനെ കാണാൻ വന്നതാ. ആരാ? വാസന്തിയാ? എന്തേ അച്ഛനും വല്ലതും? ഏയ് അച്ഛനൊന്നുമില്ല. പിന്നെന്തേ പെട്ടെന്ന് ഈ നേരത്തെ ഇങ്ങോട്ട്? തോമസ് മുതലാളി ഒരു കത്ത് വന്നു. കണ്ണ് ഡോക്ടർക്കുള്ളതാ. ഡോക്ടർ അമേരിക്കന്ന് എത്തിയോ? ആ, സിറ്റിയിലെ മെഡിക്കൽ ആശുപത്രിയിലാന്നാ പറഞ്ഞേ. ഇന്ന് തന്നെ പോയി കാണണമെന്ന്. പോകാടാ, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തോമസ് സാർ അങ്ങനെ വെറും വാക്ക് പറയുന്ന ആളല്ലെന്ന്. മോളെ ഞാൻ കൂടി വരട്ടെ? വേണ്ട, എപ്പോഴാ തിരിച്ചു വരണേന്ന് പറയാൻ പറ്റില്ല. എന്റെ മോള് വീട്ടിലേക്ക് പോയിക്കോ. മെസ്സാച്ചുണ്ടോ? ഓ, ഞങ്ങൾ ആ സിറ്റി ആശുപത്രി വരെ ഒന്ന് പോവാ. മുതലാളി, അമേരിക്കയിൽ നിന്ന് വന്ന ഡോക്ടർ കെല്ലിന്റെ പണി അറിയാമോ എന്ന് ചോദിക്കണം. എന്റെ കാല് നേരെയാക്കാൻ പറ്റുമോന്ന് അറിയാനാ. കാലല്ല, നിന്റെ നാവ് ആദ്യം നേരെയാക്കേണ്ടത്. ഹലോ, സിറ്റി ഹോസ്പിറ്റൽ? യെസ്, പ്ലീസ് ഹോൾഡ് ഓൺ. ഇയാളെ ടേബിളിൽ കിടത്തു. വരൂ. ലൈറ്റ്സ് ഓൺ. ഈ പേഷ്യന്റിനെ എന്റെ മുറിയിലിരുത്തിയേക്കും. ശരി ഡോക്ടർ. രാമു എഴുന്നേറ്റുള്ളൂ. ഇരിക്കൂ. XMP തോമസുമായിട്ട് എങ്ങനെ പരിചയം? തോമസ് സാറ് ഞങ്ങളുടെ എല്ലാമാണ്. ആഹാ. എന്താ ഡോക്ടറെ, രാമുന് കാഴ്ച കിട്ടുമോ? തീർച്ചയായിട്ടും. ഓപ്റ്റിക് നെർവ്സിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. എന്ന് വെച്ചാ രാമുവിന്റെ കണ്ണിലേക്കുള്ള ഞരമ്പുകൾക്കൊന്നും ഒരു കുഴപ്പമില്ലാന്ന്. കണ്ണ് ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ, അതായത് കണ്ണ് മാറ്റി വെച്ചാൽ കാഴ്ച കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ഭാഗ്യമുണ്ടതാ. വാസന്തി, കൊച്ചേട്ടൻ എത്തിയല്ലോ. ഡോക്ടർ എന്ത് പറഞ്ഞു ചേട്ടാ? ഞരമ്പുകളിലൊന്നും കുഴപ്പമില്ലെന്ന്, കണ്ണ് മാറ്റി വെച്ച കാഴ്ച കിട്ടുന്ന പറയണേ. എന്റെ ഭഗവതി, നേരെയാണോ ഞാൻ ഈ കേക്കണേ? നേരാമ്മേ, ഡോക്ടർ അങ്ങനെ തന്നെയാ പറഞ്ഞേ. അല്ല, അതിനിപ്പോ കണ്ണ് എവിടുന്നാ കിട്ടുക? കണ്ണ് പൊട്ടനെ പറ്റിയതിന് അച്ഛൻ അമ്മയെ പ്രാവുമ്പോൾ കാവിലെ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്റെ അമ്മ പറയാറില്ലേ?
എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയിര് വേണമെങ്കിൽ തരാന്ന്. ഉയിര് വേണ്ട, ഒരു കണ്ണെനിക്ക് തരാമേ. കണ്ണ് കിട്ടിയിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ? കഴിവേറി കളക്ടർ ആവാൻ പോടാ. കണ്ണും വച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിൽക്കുകയല്ലേ? 2 കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തന്മാര് തെക്ക് വടക്ക് തെണ്ടി നടക്കുക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. നിന്റെ പാട്ട് കേട്ട് മയങ്ങിയിട്ടൊന്നും അല്ല ആളുകൾ പണം തരണത്, കണ്ണുപൊട്ടം പഠനമുണ്ടാ. അവൻ പുതിയ കണ്ണുണ്ടാക്കാൻ പോണം. അച്ഛൻ പറയണത് പറഞ്ഞോട്ടെ. എന്റെ ഏട്ടന് ഞാൻ തരും കണ്ണ്. കൊള്ളാം. എന്നാ പിന്നെ കേമാവും. അല്ലേ തന്നെ ഒരുത്തന്റെ കൂടെ പറഞ്ഞു വിടാൻ 10 ചക്രത്തിന് വഴിയില്ല. അപ്പളാ അവള് കണ്ണൊലത്താൻ പോണ്. കണ്ണും കൂടി ഇല്ലെങ്കിലേ ഒരു പട്ടിച്ചാത്തനുണ്ടാവില്ല കൊണ്ടുപോവാൻ. മൂത്ത് നരച്ച് നരകിച്ച് ഇവിടെ കിടന്ന് നിരങ്ങി നീ. ഞാൻ സഹിച്ചോളാം. എന്റെ കൊച്ചെണ്ണ വേണ്ടിട്ടല്ലേ ഇപ്പൊ കഴിവറി തർക്കുത്തരം പറയുന്നു. ഈ വീട്ടില് പെടക്കോഴി പോകണ്ട, ഊഴാലുണ്ടല്ലോ അറക്കും ഞാൻ. അവൻ കണ്ണും വെച്ച് ഉള്ള കഞ്ഞില് മണ്ണ് വാരിയിടാൻ പോണു. ഇത്രയും നാള് ജീവിച്ചില്ലേ, അതുപോലെ മതി. എന്താടി എന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ? പുറത്തേക്ക് ഇറങ്ങുമ്പോ ശകുനക്കാടായി കുത്തിയിരുന്നോളൂ. എണീറ്റ് പോടി അകത്തേക്ക്. ഇപ്പൊ ഒക്കെ തഴഞ്ഞു. ഇങ്ങോട്ട് മാറി വഴിന്ന് കാലത്തെ ഓർന്ന് വന്ന് കേറിക്കോളും. എന്തേ എന്തിനാ രാവിലെ രാമോട്ടനെ അന്വേഷിക്കണേ? എന്താ ആൾക്ക് നല്ല സങ്കടമുണ്ട്. അതാ ഇവിടെ. ബാ
ഞാൻ പോയാ മതിയെന്നോ? പിന്നെന്തിനാ അത്ര തിരക്കിട്ട് ഇങ്ങോട്ട് വന്നേ? കത്തെന്റെ തന്നിട്ട് പോയാ പോരായിരുന്നോ? വിഷമിക്കാൻ പറഞ്ഞതല്ല, ഇങ്ങതാ. കൊച്ചേട്ടാ, എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടും മോളെ. കണ്ണില് മാത്രല്ല, കൊച്ചേട്ടന്റെ ചങ്കിലും നിറയേട്ടാ. ഈ വെള്ളച്ചാട്ടത്തിന്റെ അരമ്പിൽ കേട്ടിങ്ങനെ ഇരിക്കുമ്പോ ഇത്തിരി സമാധാനമുണ്ട്. ലക്ഷ്മി ഒരു കത്ത് തന്നിട്ടുണ്ട്. എന്തേ? വായിക്കട്ടെ. രാമേട്ടാ, എന്നെ കാണാൻ മോഹിച്ചിരിക്കണ ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. ആ ആൾക്ക് കാഴ്ച കിട്ടിയ ഒരു കണ്ണില്ലാത്തവളാണെങ്കിലും എന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാ. ആ ആളെ കാണാൻ എനിക്ക് ഒരു കണ്ണ് മതി. രാമേട്ടൻ എന്നെ കാണാൻ എന്റെ ഒരു കണ്ണ് പോരെ? ലക്ഷ്മി വന്നിട്ടുണ്ടോ? ഇവിടെ ഉണ്ട്. എവിടെയാ? ലക്ഷ്മി, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ എനിക്ക്? എന്തായത്? കൊറേ നേരമല്ല തുടങ്ങിയിട്ട്. വല്ലാതെ പിടിച്ചു പോയെന്ന് തോന്നുന്നു. സത്യം പറയല്ല തോമാച്ച, എന്റെ അസ്ഥിയെ കയറി പിടിച്ചു. രണ്ടിലേതാ? രണ്ടും. നീ ആള് കൊള്ളാമല്ലോ. ഈ ഗ്രാമീണ സൗന്ദര്യം എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായോ? ഈ ജ്യൂസ് ഒരെണ്ണം അടിക്കും, ഉള്ളൊന്ന് തണുക്കട്ടെ. തണുക്കില്ല തോമാച്ച, തണുക്കില്ല. മനസ്സ് നിറയെ ചൂടാ. ചൂടാവട്ടെ. കൃഷ്ണദോസിയുടെ പരിശുദ്ധിയും നെയ്യാമ്പൽ പൂവിന്റെ നൈർമല്യമുള്ള ഈ ശാരീരിക സൗന്ദര്യം കണ്ട ചൂടാവാൻ സാറുണ്ടോ? ഇത് മുല്ലയാടാ, കിളിന്ത മുല്ല. എന്താ ചിരിക്കുന്നേ? അല്ല, അമ്പഴക്കാടൻ തോമാച്ചന്റെ തനി സ്വഭാവം ഇപ്പോഴല്ലേ കാണുന്നേ. കണ്ടല്ലോ. ഇനി പറ, ഈ മുല്ലമുട്ടുകൾ മാല കോർത്ത് തിരുമാറിൽ അണിയണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ തോമസ് ചാക്കോ നിന്റെ മോഹം പൂ അണിയിച്ചിരിക്കും. ഇസ് ഇറ്റ് ട്രൂ? ട്രൂ. ബട്ട് വൺ തിങ്, എന്റെ ആ പ്രോജക്റ്റിന്റെ കാര്യം നീ സാധിച്ചു തരണം. അതിന് കോടികൾ വിലമതിക്കുന്നതാ. അതിലും വിലമതിക്കുന്നതായി മുല്ലപ്പൂക്കൾ. എന്താ വേണോ? വേണമെങ്കിൽ റിസ്ക് എടുത്താലും ഞാൻ നോക്കാം. തോമാച്ചൻ എന്ത് റിസ്ക് എടുക്കാനാ? ഇവിടത്തെ മാവേലി തമ്പുരാനല്ലേ, വിളിച്ചാൽ വിളിപ്പുറത്ത് വരും. വരുത്താം, പക്ഷേ ഡാഡിയെ കൊണ്ടത് സൈൻ ചെയ്യിക്കണം. ഡൺ. ഞാൻ ഏറ്റു. എങ്കിൽ ഇത് ഞാനിത് ഏറ്റു. ഓക്കെ? ഓക്കെ. സാറേ, എന്താ ഭവാനിയമ്മേ? ജോലിയൊക്കെ കഴിഞ്ഞു, ഞാൻ പൊക്കോട്ടെ. ജയന്തി കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ല. ഭവാനിയമ്മ പോയിക്കോ. രാമു ഒരു കാര്യം അറിയിക്കാൻ പറഞ്ഞു. എന്താ? അവനൊരു കണ്ണ് കൊടുക്കാൻ നമ്മുടെ ലക്ഷ്മിട്ടി പറഞ്ഞിട്ടുണ്ട്. കണ്ണു കൊടുക്കാന്നോ? കണ്ണ് മാറ്റി വെച്ചാ കാഴ്ച കിട്ടുമെന്നല്ലേ ഡാക്ടർ പറഞ്ഞത്. ലക്ഷ്മി എന്ന് പറഞ്ഞത് ആ ഊമ പെൺകുട്ടിയല്ലേ? അതെ. അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയോ? ഒടുവിൽ ഓപ്പറേഷൻ ചെല്ലുമ്പം പ്രശ്നം ആവരുത്. എല്ലാം പറഞ്ഞു. അവള് മിണ്ടത്തില്ലെങ്കിലും കേൾവിക്ക് എത്ര കുഴപ്പമൊന്നുമില്ല. രാമുന് വേണ്ടി ജീവൻ വരെ കൊടുക്കും അവള്. ഞാൻ ഡോക്ടറോടും സംസാരിക്കട്ടെ, എന്നിട്ട് വേണ്ട ചെയ്യാം. ഓ, എന്നാ ഞാൻ പോട്ടെ. നിനക്ക് ലക്ഷ്മി ഏതെന്ന് മനസ്സിലായോ? മനസ്സിലായി. മുല്ലപ്പൂക്കൾ ഒന്ന്. എന്റെ തോമാച്ച, കണ്ണെടുത്ത് അവളുടെ മുഖം വൃത്തികേടാക്കുന്നതിന് മുമ്പ് ഒന്ന് ശരിയാക്ക്. ഐഡിയ ഉണ്ട്. എന്തോതാ? നിനക്ക് കാര്യം കണ്ടാ പോരെ? അത് ഞാൻ പ്രയോഗിച്ചോളാം, നീ പിടിക്കും. വാനിയമ്മേ, ഞാനിപ്പോ ഡോക്ടറെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു കണ്ണു കൊടുക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാൻ. അതിനിപ്പോ ഫോട്ടോ എടുക്കാൻ പട്ടണത്തിൽ പോണ്ടേ? മാത്രമല്ല അതൊരു കാശുമില്ലല്ലേ. അതിനൊന്നും നിങ്ങൾ വിഷമിക്കണ്ട, ഇങ്ങോട്ട് വിട്ടാ മതി. ഇവിടെ വിനോദിന്റെ കയ്യിലുണ്ട് ക്യാമറ. ഭാഗ്യായി. എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് അയക്കാം. ഉടനെ പറഞ്ഞു വിടണം. എത്രയും പെട്ടെന്ന് ഫോട്ടോ കൊടുത്താ അത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കും. ഉടനെ പറഞ്ഞു വിടാം. അതിനവൾക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയോ? ഞാൻ വാസന്തി കൂട്ടി വിടാം, അവക്ക് വഴി അറിയാലോ. എന്തായി? ഒരു വെടിക്ക് രണ്ട് പക്ഷികൾ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല.
മൈനപ്പെണ്ണിനോട് കുശുമ്പായി നിന്നെ കണ്ടിട്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കൂടി എടുത്തുതരാൻ പറയല്ലേ? ലക്ഷ്മിയുടെ അമ്മേ, ഞങ്ങൾ പോവാട്ടോ. വേഗം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് പോന്നോളൂ കേട്ടോ. അവിടെ ഇവിടെ ചുറ്റി നടന്ന് വൈകണ്ട. ഓ മുൻകരുതലുകളെല്ലാം റെഡി. ഇതില്ലാതെ ശരിയാവൂലല്ലേ? ഈ കേസിൽ നീ അത് ചിന്തിക്കേ വേണ്ട. പിന്നെ അതുങ്ങൾ വരുന്നതിന് മുമ്പ് ഊരിയുറ്റാൻ പോയ നിന്റെ മറ്റവളങ്ങാണ് എത്തിയാലെന്താ? ഊരി ചുക്കുമില്ല. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എത്തിയും തോന്നുന്നു. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ആഹാ, രണ്ടാളും ഉണ്ടല്ലോ. കേറി വാ. എന്താ പരിങ്ങിക്കുന്നേ? ഫോട്ടോ എടുക്കണ്ടേ? ഇങ്ങോട്ട് കേറി വാ. വിനോദേ, അവരെത്തി. ഇരിക്ക്. ഞങ്ങളിവിടെ നിന്നോളാം സാർ. ആ, അത് പറ്റില്ല. ഇത് തോമസ് സാറിന്റെ വീടാ. എന്ന് വെച്ചാ നിങ്ങളുടെ വീട്. ഇരിക്കും മക്കളെ. മിസ്റ്റർ വിനോദ് എന്നോട് ചോദിക്കുക, രാമുവിന് കാഴ്ച കിട്ടാൻ വേണ്ടി തോമാച്ചൻ എന്തിനാ ഇത്രയും കിടന്ന് ബുദ്ധിമുട്ടുന്നേ? അവനെന്താ എന്റെ ബന്ധുവോ മറ്റോ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു, രാമു മാത്രമല്ല, ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ആൾക്കാരും എന്റെ ബന്ധുക്കളാണ്. എങ്കിലും രാമുവിനോട് എനിക്കൊരു പ്രത്യേക സ്നേഹം ഉണ്ടെന്നുള്ളത് നേരാ. അവന് കാഴ്ച കിട്ടാൻ വേണ്ടി എത്ര രൂപ വേണമെങ്കിലും ഞാൻ മുടക്കും. ആ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണോ അല്ലേ? അയ്യോ വേണ്ട സാർ. എന്ന് പറഞ്ഞാ പറ്റില്ല. ഫോട്ടോ എടുക്കുമ്പോ മുഖമൊക്കെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം അല്ലേ? അതെ, കുടിക്കേ. കുടിക്കൂന്നേ. കുടിക്കു മക്കളെ. പതുക്കെ പതുക്കെ. എന്താ ഇത്? രാമോൻ ഇപ്പൊ ഇടത്തും വലത്തും അകമ്പടികളായല്ലോ. ഇവന്റെ ഓരോ തമാശകൾ കേട്ടങ്ങനെ നടക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് നാണിയമ്മ വിശേഷങ്ങള്? വിശേഷം നിനക്കല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി തുള്ളിച്ചാടി പോണ കണ്ടു. ഏതാൾക്കാരുടെ കാര്യ പറയണേ? വാസന്തിയും ലക്ഷ്മിയും. അല്ലാണ്ടാരാ? ഫോട്ടോ എടുക്കാനോ? എവിടേക്കാ? ബംഗ്ലാവിലേക്ക്. കണ്ണു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തോമസ് മുതലാളി പറഞ്ഞു അത്രേ. എന്താ കുട്ടികളുടെ ഒരു സന്തോഷം. നീ ഭാഗ്യവാനാടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണ കിട്ടുമോ നിനക്ക്? കണ്ണെടുക്കുന്നതിൽ ഒരു പേടിയില്ല ആ കുട്ടിക്ക്. ആ, എന്തിനാ പേടിക്കണേ? ഇരുമെയ്യാണെങ്കിൽ ഇവരൊന്നല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ. മുതലാളിയെ എനിക്കും ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിനാ? അങ്ങേര് ബൂർഷ്വ എന്നല്ലേ നീ പറയാറ്? ബൂർഷ്വയെ കാണാൻ നീ പോകണ്ട. നീ ഇങ്ങോട്ട് വാ. നീ ചെല്ലേ. ഓ, പതുക്കെ സൂക്ഷിച്ച്. ഇവിടെ വാ. പറഞ്ഞു വരുമ്പോ രണ്ടും ഒരു വർഗമാണല്ലോ ബൂർഷ്വ. പണം കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ? ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്. എന്തു പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്കേ, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് മിടിക്കുക നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവനൊരു അബദ്ധം കാണിച്ചു. കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ
നീ നിന്റെ അമ്മയെ അനുജനൊക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല. രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്. ആ മോഹം ഞാൻ സാധിച്ചു തരും. തോമസ് സാറേ, സാറേ, ജയന്തി സാറുണ്ടോ ഇവിടെ? ഞാൻ പിന്നെ സെന്റിന്റെ മണടിച്ചപ്പോഴേ മനസ്സിലായി. ഇവിടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇവിടെ നാണിത്തള്ള പറഞ്ഞേ. അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യവാടാ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ, അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെയാ നീ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? സാറേ, ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞാൽ എനിക്കറിയാം, ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ദേ, രാമു വിളിക്കുന്നു. ചെല്ലേ. വാസന്തി, സാറ് പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള് ലക്ഷ്മിട്ടിയെ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു നിമിഷം ഈശ്വര ധ്യാനം. ഈ ഗ്രാമനിവാസികൾക്ക് ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു മെമ്പർമാരെ, പ്രിയമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ
അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ ഈ രീതികൾ ഈ അവസരത്തെ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല. നിങ്ങളുടെ കരുവാകത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ച് ലഡു വേണമല്ലോ. ഉണ്ണിബാല എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ ആ ഇതല്ലേ ലഡു? ആ ഇതാ 2 ഏത്തപ്പഴം കൂടി. ഓ വിരുന്നുകാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. ഉവ്വ ഉവ്വ. 5 ലഡു 2 ഏത്തപ്പഴം. എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. ദാ. ഈ 10 നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ? ഓ ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടാ ദേ ഈ നോട്ടൊന്ന് നോക്കിയാൻ. ഓ വെയിലത്തുനിന്ന് വന്ന് കേറിയതുകൊണ്ട് ഒന്നും കാണാൻ വയ്യ. ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ. നമ്മുടെ കാർത്തു അല്ലേ? കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. പിന്നെ കൃഷ്ണേട്ടോ അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ? കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കലക്കിയോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. അങ്ങനെ തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷേ പറഞ്ഞതുണ്ടല്ലോ 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ടു പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ. ദൈവമാ തോമസ് സാറ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചുണ്ടായിട്ടാ തോമസ് സാറിന്? അതാടാ ഞാൻ പറഞ്ഞത്. അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം. എന്നാലേ പാവങ്ങൾക്ക് രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. ആട്ടെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉറ്റ ചങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള്. നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ട അപ്പൊ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ ഭേദം കാഴ്ച കിട്ടാതിരിക്കുന്നത് നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവെനിക്ക്. എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ രമണന്റെ ചന്ദ്രിക, അതറിയാൻ വേണ്ടി തന്നെയാണാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂവും ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്ങനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ ഒന്ന് പാടടാ. ഞങ്ങളും കേക്കട്ടെ. ഓ ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. ചാന്തുപൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ, പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ പൂതി പെരുകണ് മനസ്സിൽ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ. നീയൊരു സുന്ദരിയല്ലേ, ദേവമനോഹരിയല്ലേ.
പ്രകാശമേ വെളിച്ചമേ നിൻ വീട്ടിൽ ഞാനും വിരുന്നിനെത്തും നാളെ നീ എൻ കണ്ണിലൊരുമ്മ തരുമ്പോൾ നീലനിലാവായി മാറും ഞാനൊരു നീലനിലാവായി മാറും ചാന്ത് പൊട്ടും ചങ്കേലസും ചാത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ കോതി വരുകണ് മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ പ്രകാശമേ പ്രകാശമേ നിന്നമ്പല നടയിൽ നെയ്ത്തിരിയൊഴിയും ഞാൻ തുറന്നു വയ്ക്കും ഞാൻ എൻ വിഴികൾ അടയ്ക്കുകയില്ല മേലേ ഞാൻ അടയ്ക്കുകയില്ല മേലേ ചാന്ത് പൊട്ടും ചങ്കേലസും ചാർത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ കോതി വരുകണ് മനസ്സിൽ നീ ഒരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ എന്തായാലും എന്റെ വിരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാര് പുറത്തു വിട്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതുങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാമല്ലോടാ. ഡൽഹിന്നൊരു കോളുണ്ട്. ഹലോ, യാ ഡാഡിയാണോ? വിനോദ ഡാഡി. ഫൈൻ, അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ നമസ്കാരം ഭാസ്കർജി. ഒരു കുഴപ്പമില്ല. കൊഞ്ചും ചെറുമീനും ഒക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ അവിടുത്തെ പ്രോബ്ലം എന്തായി? അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദിന് കൊടുക്കണോ? ഓക്കെ താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ. ഇത് നമ്മുടെ ഭവാനിയമ്മയുടെ മൂത്ത മോനാ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടം ഇത്തരം കാണിച്ചേർന്ന് അച്ഛനെ പോലെ കിടക്കാവുന്നതാണോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേട ഇപ്പോ. കൊള്ളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രിയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടമ്പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോണം. ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിയടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭവ്യതൊന്നും വേണ്ടടാ. വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. എന്നാ. അയ്യോ സോഡ വേണ്ട. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോകും. വെള്ളം ഒഴിച്ചാൽ അതിന്റെ എരും പുളിയൊക്കെ പോകും, അതുകൊണ്ടാ. പിന്നെ ഭവാനിയമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? ആ തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. 2 ദിവസം പണിയെടുത്താ 3 ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 3-4 ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനിയമ്മയ്ക്ക് കൊടുത്തേക്ക്. മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ പറ. പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാം? പറ്റേ സാറേ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും.
തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. ലക്ഷ്മി, കുറെ നേരമായാലോ രണ്ടുപേരും കൂടെ പുന്നാരം തുടങ്ങിയിട്ട്. വന്ന് അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുവന്നെ. അമ്മേ, വെറ്റില പാത്രം വെച്ചിരിക്കണേ. വരുന്നു മോനെ. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. തീരെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ? ഓ, ഇരിക്കേ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. ഓ, താറാവുകാരന്മാർ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ വൈകൻ അക്കൂട്ടത്തുള്ള ആളല്ല. എന്തായാലും 10 റുപ്യന്റെ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമാ. അല്ല, നാട്ടുകാരും പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള് എന്നാ വാസന്തി ഇങ്ങോട്ട് വിളിച്ചോളൂ. തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്തു പോയല്ലോ കണിയാരെ. അല്ല, ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ, ഇനിയിപ്പോ നീട്ടി തന്നാ നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി. കൃഷ്ണേരനെ കണ്ടില്ലല്ലോ. അങ്ങോട്ട് കൊടുക്കും മോളെ. ചെറുക്കനെ ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കൃഷ്ണൻ എത്തിയില്ലോ. തോമസ് സാറും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇങ്ങോട്ടോ? ഊര് ചുറ്റാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ. ഇരിക്കെ, എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിയ്ക്കുവോ? ഇതാണ് പയ്യനല്ലേ? അതെ. ഇരിക്കണോ? വേണ്ട, ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം, ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങളും ചുറ്റാ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ ഞങ്ങളെ ഒന്നും അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയായിരുന്നു. ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ? വിനോദേ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ? ഷോ, വാ ഇരിക്കെ. ഇരിക്ക് ജയന്തി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നൊക്കെ കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തുപോയി. കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം ആലോചിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ ഇവിടെ? അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ സാറ് പറഞ്ഞേ. പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ. എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവ ഞങ്ങളുടെ ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്താ മതി. എന്താ കൃഷ്ണേട്ട പറയണേ? പൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ.
നല്ല അസലൊരു പാട്ടൊന്ന് പാടുക അല്ലേ തോമസ് സാറേ? ആ ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല, നീ പാടടാ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞ കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ ഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, എനിക്കു വേണ്ടി പ്രകാശഗോപുര വാതിൽ തുറക്കും കാരുണ്യമേ, നിൻ തിരുനടയിൽ ചൊരിയുന്നോ ഞാൻ മാനസപൂജ പുഷ്പങ്ങൾ, മാനസപൂജാ പുഷ്പങ്ങൾ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനമേറ്റാൽ കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ, കഥനം മറക്കാൻ കഴിഞ്ഞാൽ. വാസന്തി, വസന്തി, വസന്തി, എന്തേ തിരിഞ്ഞു നടന്നേ? എന്നെ കണ്ടിട്ടാ? നിശ്ചയത്തിന് തോമസ് സാറും കൂട്ടരും വന്നതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറയാനും പറ്റില്ല എന്നാണ് ഇവന്റെ പരാതി. ഇപ്പൊ വേണേ ചോദിച്ചോ, ഞാൻ മാറിയേക്കാം. ഞാൻ പോട്ടെ. എന്താ അത്ര ധൃതി? ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ? അത് പിന്നെ പിന്നെ ഒന്നുമില്ല, ഞാൻ പോവാ. അതെ, എന്താ അത്ര നാണിക്കാൻ? അമ്മ എന്നോട് ചോദിച്ചു പെണ്ണിനെ എനിക്ക് ഇഷ്ടായോന്ന്. 100 വട്ടം ഇഷ്ടായെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം. സ്ത്രീധനായിട്ട് ഒരു തരി പൊന്നു പോലെ എനിക്ക് വേണ്ട. എനിക്കുള്ള സ്ത്രീധനം വാസന്തിയാ. എന്താ സത്യമല്ലേ? വാസന്തിയെ പോലെ ഒരു പെണ്ണിനെ കിട്ടുന്നത് ഏതൊരുത്തിന്റെ ഭാഗ്യ. കൃഷ്ണായ വാസുദേവായ ഇറങ്ങീരനായ ചൂടകുമാരായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണ ഗുരുവായൂരപ്പ. എന്താ എന്തൊക്കെയാ നീ ഇതിൽ എഴുതിയിരിക്കുന്നത്? മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ച കാഴ്ച കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. കഥയിലും നോവലിലും ഒക്കെ അവന്മാരങ്ങനെ പരന്നു എഴുതും. എന്താ
മരിക്കാൻ നേരത്തെ കാമുവിന് കണ്ണുദാനം ചെയ്ത ഒരു പെണ്ണിന്റെ കഥ ഏതോ ഒരു സണ്ണി ഇതിനകത്ത് എഴുതിയിരിക്കുന്നു. അത് കണ്ടോണ്ട് ഇവൾ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? ദേ, മരിച്ചവരുടെ കണ്ണെടുത്ത് വെച്ചാ കാഴ്ച കിട്ടുവോ, കണ്ണെടുക്കാൻ എവിടെയാ എഴുതി കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ജീവിച്ചിരിക്കുമ്പോൾ തന്നല്ലേ നീ കണ്ണു കൊടുക്കാൻ പോണത്, പിന്നെ മരിച്ചവരുടെ കണ്ണനൊഴിച്ച് പോണത് എന്തിനാ? നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ വാസന്തി നിന്റെ ഒരു കാര്യം? എന്താ മോളെ ഇങ്ങനെയൊക്കെ? രാമോട്ടിന് വേണ്ടി എല്ലാം മറക്കാന്ന് തീരുമാനിച്ചിട്ട് നോക്കിയേ, കാഴ്ച കിട്ടിയ ആദ്യം നിന്നെ കാണാനാ കൊച്ചേട്ട കൊതിക്കണേ. നീ എന്തെന്നറിഞ്ഞ പിന്നെ കൊച്ചേട്ടൻ ജീവിച്ചിരിക്കില്ല. ചതിക്കല്ല മോളെ. നീ എന്തായി പറയുന്നേ? എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കണ്ണെടുത്ത് അങ്ങനെ ആരും മാറ്റിവെക്കാറില്ല. അതിനായി ബാങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് കാത്തിരിക്കണം. ദാനം ചെയ്യാമെന്ന് എഴുതി കൊടുത്തിട്ടുള്ള ആരെങ്കിലും മരിച്ചാൽ അവരുടെ കണ്ണെ ട്രാൻസ്പ്ലാന്റ് ചെയ്യൂ. അപ്പൊ പിന്നെ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടറോട് സംസാരിച്ചത് തോമാച്ചൻ അവരോട് പറഞ്ഞതോ? തോമാച്ചൻ അങ്ങനെ പലതും അവരോട് പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മുടെ വെറും ഒരു പ്രകടന പത്രികയല്ലയോ? പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടത്താൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ? ദിസ് ഇസ് ടു മച്ച്. ഇത്രയും ക്രൂരത ആരോടും കാണിക്കരുത്. ആ പാവത്തിന് കണ്ണ് കിട്ടുന്നുള്ള ഒറ്റ വിശ്വാസത്തിലാ പിച്ച് ചീന്തിയിട്ടും ആ കുട്ടികൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അവരെ ചതിച്ചാലുണ്ടല്ലോ. ജയന്തിക്കെന്താ ഒരു പ്രതിപക്ഷത്തിന്റെ ഭാഷ? മനുഷ്യത്വം ഉള്ളതുകൊണ്ട്, ഞാനും അവരിലൊരുത്തി ആയതുകൊണ്ട്. എങ്കിലൊരു കൊടിയും പിടിച്ചിറങ്ങാമായിരുന്നില്ലേ? ഇറങ്ങിയനെ. ഞാൻ ചെല്ലുന്ന നോക്കി കാത്തിരിക്കുന്ന ഒരു കുടുംബം എനിക്കില്ലായിരുന്നെങ്കിൽ പണ്ട് ഇറങ്ങിയനെ. അല്ലാതെ ഇങ്ങനെ വെളിപ്പുറത്ത് വരുന്ന പെണ്ണായി നിങ്ങളുടെയൊക്കെ വരുതിക്ക് നിൽക്കാൻ വരില്ലായിരുന്നു ജയന്തി. Shut your bloody mouth. നീ ആരോടാ സംസാരിക്കുന്നറിയോ? അറിയാം. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കണ പൊളിറ്റിക്കൽ ക്രിമിനൽസിനോടാണെന്ന് ശരിക്കും അറിയാം. വേണ്ട, ദേ, നമ്മൾ തമ്മിൽ 25,000 രൂപയുടെ എഗ്രിമെന്റേ ഉള്ളൂ. അല്ലാതെ നിന്റെയൊക്കെ എന്ത് വൃത്തികേട് സഹിച്ച് അടിമയായിട്ട് നിൽക്കാന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. വേണ്ടടി, പറഞ്ഞ തുകയും വാങ്ങിക്കൊണ്ട് നീ ഇറങ്ങിക്കോ. നിന്റെ സേവനം ഇനി ആവശ്യമില്ല. വേണമെന്ന് പറഞ്ഞാലും ഇനി ഇവിടെ നിൽക്കില്ല. എങ്കിൽ പോടി. എന്താ വിനോദ ഇത്? ഇങ്ങനെയുള്ള എടുത്തുകാട്ടം ശരിയല്ല. ദാ എന്നെ നോക്ക്, ഭൂമി കുലുങ്ങിയാലും തോമാച്ചൻ കുലുങ്ങിയാലാ. അവള് പോട്ടെ തോമാച്ച, അല്ലേലും പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നമുക്കെന്തിനാ ഇവള്? ഓ അങ്ങനെ ഗ്രാമത്തിലെ മുല്ലപ്പൂക്കൾക്ക് അഡിക്റ്റായി അല്ലേ? വാസന്തിയും ലക്ഷ്മിയും അവരെ പറ്റി ഓർക്കുമ്പോ തന്നെ ഒരു ചന്ദനത്തിന്റെ സുഗന്ധമാണ്. അവരെ ഒന്നുകൂടി വിളിക്കണ്ടേ തോമാച്ച? റിസ്ക് ഉള്ള കാര്യമാണ്, പക്ഷേ നിന്നെ എനിക്ക് വേണമല്ലോ. ഇവിടെ ആരും ഇല്ലേ ഭവാനിയമ്മേ? ഓ, ആരാ? ഞാനാരാമോ? ഓ, മേസ്തിരിയോ? ഇരിക്കാനൊന്നും സമയമില്ല. 2 ദിവസം ആയല്ലോ ഭവാനിയമ്മയെ കൊണ്ട് കണ്ടിട്ട്. അമ്മയ്ക്ക് ശ്വാസം മുട്ട് കൂടുതലായോണ്ട് വൈദ്യരെ കാണാൻ പോയിരിക്കാ മരുന്ന് വാങ്ങിക്കാൻ. ആ, അതാ മുതലാളി പറഞ്ഞത് വാസന്തിയെങ്കിലും അങ്ങോട്ട് അയക്കാൻ. മുതലാളിയുടെ കൂടെ വന്ന മന്ത്രിയുടെ മോനെ നാളെ ഡൽഹിക്ക് പോവാണത്രേ. എന്തൊക്കെയോ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പോണം പോലും. കുട്ടി ഒന്ന് വേഗം വരിക. അയ്യോ, ഞാൻ അവളെയും കൂട്ടി ഇപ്പൊ തന്നെ ജവളിക്കടയിലേക്ക് പോവായിരിക്കാ. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. അതെന്താ കുട്ടി നീ അങ്ങനെ പറയുന്നത്? നിന്റെ കല്യാണ ചെലവിന്റെ കാര്യത്തിൽ പോലും രാമുവിനെ സഹായിക്കുന്ന മുതലാളിയല്ലേ? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. പോരുതടി, നീ കൊച്ചി മഹാരാജാവിന്റെ പെങ്ങളല്ലേ? ഉപകാരം ചെയ്യണവരോട് നന്ദി കാണിച്ചാ പത്രാസ് കുറഞ്ഞു പോയാലോ? നന്ദിയില്ലാത്ത ശവങ്ങള്. വാസന്തിയേ, എന്താ വെച്ചേട്ടാ? ഒന്നിങ്ങോട്ട് വന്നേ. എന്റെ മോളെ വീട്ടുപണിക്ക് വിടാൻ ഇഷ്ടണ്ടായിട്ടല്ല. എങ്കിലും അച്ഛൻ പറഞ്ഞ പോലെ ഉപകാരം ചെയ്യുന്നവരോട് ഉമ്മക്ക് ഇത്തിരി നന്ദി വേണ്ടേ? തുണിക്കടയിലേക്ക് ലക്ഷ്മിയും കൂട്ടി പോയിക്കോളാം. എന്റെ മോള് ചെല്ലും. കല്യാണം അടുക്കും തോറും ചങ്ക് പിടയ്ക്ക. 4 ആളെ കൊണ്ട് മോശം പറയിപ്പിക്കാതെ അന്തസ്സായിട്ട് നിന്നെ ഇറക്കി വിടന്ന കൊച്ചേട്ടന്റെ മോഹം. തോമസ് സാറ് കനിഞ്ഞു വല്ലതും തന്ന. വേണ്ട, അങ്ങനെ ആരും കനിഞ്ഞിട്ട് എനിക്ക് കല്യാണം വേണ്ട. കൊച്ചേട്ടന് ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. പറയണത് അങ്ങോട്ട് കേക്ക്. കല്യാണക്കാര് മാത്രമാണോ? ആ തോമസ് സാർ ഇല്ലായിരുന്നെങ്കിൽ ഈ ജന്മത്തിൽ കൊച്ചേട്ടന് കാഴ്ച കിട്ടുന്നു തോന്നണ്ടോ? ഓപ്പറേഷനുള്ള എല്ലാ ചെലവും ചെയ്യാൻ ഏറ്റിരിക്കാ നല്ല മനുഷ്യൻ. സാറിന് എന്തെങ്കിലും നമ്മളോടൊരു മുഷ്ടില് തോന്നിയാ
എന്താ നീ ഒന്നും മിണ്ടാത്തെ? പോവാം കൊച്ചേട്ട, ഞാൻ പോവാം. എന്റെ കൊച്ചേട്ടന് കാഴ്ച കിട്ടാൻ വേണ്ടി എന്ത് വേണേ ചെയ്യാം. എനിക്കറിയാം കൊച്ചേട്ടൻ പറഞ്ഞ നീ കേക്കാണ്ടിരിക്കില്ല എന്ന്. കഴുതക്കുട്ടി. നീ എന്താ മരോട്ടിക്കാതെ നിന്ന് കാക്കയപ്പുറം നിൽക്കുന്നേ? നോക്കിയെടുക്ക്. ലക്ഷ്മിട്ടിയെ, കൊക്കിൽ ഒതുങ്ങളെ കൊത്തിയാ മതി കേട്ടോ. പക്ഷെ കണ്ട അടിപൊളി ആയിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ? ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓഹോ, നമ്മടെ കണ്ണട. കണ്ണടയോ? ആ കൃഷ്ണേട്ടൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ച് കണ്ണട അടി. അത് ഇയാളാണോ? അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവരായിരുന്നെന്ന്. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമാസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ആ, അത് ശരിയാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ, കൊള്ളാം. തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കീറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? അത് മജന്തിയോ? അതെന്ത് കളറാ? അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ആവൂ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ മാച്ചിങ് ബ്ലൗസ് ആണോ? എന്നാ വാ. ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെൺപിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ആ ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ? എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നേ? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാനാ ഭംഗി. എന്റെ കൂടെ പോരുന്നോ ഡൽഹിയിലേക്ക്? വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നരിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ലേ എല്ലാം പോയി പാക്ക്. ഓക്കെ. മിടിക്കുക നീ. എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇത് വെച്ചോ. പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ. രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്. ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ, രാമേ, ഓ, കല്യാണത്തിനുള്ള തുണിച്ചെറുക്കൾ എടുക്കാൻ പോയതല്ലേ? ആ. വാസന്തിയോ? അവള് വന്നില്ല. എല്ലാം ലക്ഷ്മിട്ടി ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടൂന്ന് ഏൽപ്പിച്ചു കഴിഞ്ഞൂല്ലേ? ലക്ഷ്മിട്ടിയെ അതിങ്ങെടുത്തോ. കൂടെ കൃഷ്ണേട്ടനുണ്ടായിരുന്നു. ചന്തോസ് ആയതുകൊണ്ട് ആള് കടയിൽ പോയി. ഇതൊന്ന് നോക്കിക്കേ. ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ, ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഞാനൊരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ചുവടിലുള്ള ഒരു മോളും എന്നെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, എന്റെ മോൻ. ഇത് കൊടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിട്ടിയെ. തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണുണ്ടല്ലോ. ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ.
അച്ഛൻ എന്തിനാടാ ഷർട്ട്? എന്താടാ എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ? വാസന്തി വന്നല്ലോ. ആവൂ, വന്നോ? സരോജേ, ആ മജന്റെ സാരി അവളെ കാണിച്ചേന്, അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ സരോ? തോമസ് സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ? എന്റെ ഈശ്വര, എന്തായി കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയാ, കോൾ അടിച്ചല്ലോ അളിയാ. തോമസ് സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയുള്ളൊരു മനുഷ്യൻ. ഞാനെന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ലോ കൊച്ചട്ടാ. പാവം അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ടാ. അതെയോ? ഇങ്ങനെ ഒരു കരുതക്കുട്ടി. വാസന്തിയെ, വാസന്തി, നേരം വെളുക്കുന്ന മുമ്പ് ഇവളെവിടെ പോയി? വാസന്തിയെ, വാസന്തിയെ, ഇന്നലെ രാത്രി തൂക്കുപാലത്തിൽ നിന്ന് ആരോ ചാടിയെന്ന് കേട്ടിരുന്നു. രാവിലെ ശവം പൊങ്ങിയപ്പോഴല്ലേ ആളെ മനസ്സിലായോ? കഷ്ടമായിപ്പോയി. നമ്മുടെ രാമുവിന്റെ പെങ്ങള് വാസന്തിയുടെ ശവം പുഴയിൽ പൊങ്ങി. പരമാർത്ഥമെന്നോടു ചൊല്ലു നീ, പഞ്ചഭൂതാത്മകം ദേഹമേറ്റഞ്ചടം, സഞ്ചിതം ത്വന്മാംസരക്താസ്തി കൊണ്ടടോ, നിശ്ചേഷ്ട കഷ്ടതുല്യം ദേഹമോർക്ക നീ, നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ. നീ കുറച്ചു നേരമെങ്കിലും ഒന്ന് ഇരിക്കേ. അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? ഇപ്പൊ കൊണ്ടുവരും. അവൾക്കുള്ള കുഴി തെക്കപ്പുറത്തെ തൈത്തെങ്ങിന്റെ ചോട എടുത്താ മതി. എന്നോട് വഴക്കിടുമ്പോ പിണങ്ങി അവൾ അവിടെ പോയിരിക്കണേ. അവിടെ തന്നെ ആ കുഴി എടുത്തേക്കണേ. രാമു, സാമ്പ്രാണിത്തിലൂടെ വെച്ചേക്കണം. ചുമരിൽ എന്റെ തോൾ സഞ്ചിയിലുണ്ടാവും. വാസന്തിയെ കാണാൻ
ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ടാവില്ലേ കൃഷ്ണേട്ടാ? ആ, നാട്ടുകാരെല്ലാരും ഉണ്ട്. മോളെ അവളെ കൊണ്ട് കിടത്തിയോ കൃഷ്ണേട്ടാ? എനിക്ക് അവളെ ഒന്ന് ചെല്ലേ. വാസന്തേ, നിന്റെ കണ്ണുകളും നീ കുത്തിയിടുന്നത് കേട്ടല്ലോ. ഇപ്പൊ എന്നെ പോലെ നിനക്കൊന്നും കാണാൻ പറ്റണില്ലല്ലേ? അമ്മേ, അച്ഛൻ കണ്ടോളെ. വേണ്ട, എനിക്കവളെ കാണണ്ട. കൊണ്ടുപോകാനാണെങ്കിൽ ഞാനൊരുത്തനുണ്ടായിരുന്നല്ലോ ഇവിടെ. ആർക്ക് വേണ്ടിയിട്ടാ ഇട്ടേക്കണത്? കാലനും കൂടി വേണ്ടായോ എന്നെ? കല്യാണത്തിന് ഇഷ്ടമില്ലാക്കി പറഞ്ഞുകൂടായിരുന്നോടെ മോളെ. ചേട്ടനെ എന്തിനാ അങ്ങനെ പറ്റിച്ചേക്കായിരുന്ന കുട്ടി? സാറ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ശരീരം വിട്ടുകിട്ടി. കണ്ടോ സാറേ? തോമസ് സാറ് വന്നോ? കണ്ണു കിട്ടുമെന്ന് പറഞ്ഞ തുള്ളി ചാടുന്നല്ലോ. വാസന്തി കിടക്കണ കണ്ണുണ്ടോ? എന്തുണ്ടേലും ചങ്കിലും ഒളിപ്പിച്ചു വെക്കും. ആരോടും പറയില്ലേ? എന്താ കാര്യം പറഞ്ഞാലേ അറിയാൻ പറ്റൂ. സാറേ, എന്റെ വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാതെ രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. പോട്ടടാ, ഒക്കെ വിധിയാ. അതെ, ഒക്കെ വിധിയാ. എന്താ കാണിക്കണോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് എന്താ കാണിക്കണോ? പോകരുതവരെ, ഒരു ഭാവയിൽ തമ്പരാൻ വന്നിരിക്കുന്നു. ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ ദൈവമാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഞാൻ. ഇവൻ കൊലയാളിയാണ്, കൊലയാളി. ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചല്ലോ. ലക്ഷ്മി എന്റെ ലക്ഷ്മി മിണ്ടാപ്പാനായതുകൊണ്ട് ആരൊന്നും എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം തിന്നാൻ കേറി വന്നിരിക്കോ? എന്റെ പ്രാവിനെടുക്കാതെ ഇല്ല, ഇവനെ രക്ഷിക്കാൻ ഈ നാട്ടിൽ ആരും വരില്ല.
വിടാളിയാ വിടാളിയാ അയാൾ ചത്തുപോകും. വിടാനാ പറഞ്ഞേ, വിടാൻ. മതിയളിയാ, വിടാൻ, വിടൂ. രാമു, എന്താണ് നീ കളിച്ച്? കൊന്നല്ലോടാ. ചത്തോ? അയാള് ചത്തോ? ലക്ഷ്മിയെ, എനിക്ക് കണ്ണു വേണ്ട. ഞാൻ കണ്ണു പോയിച്ചതിന് കിട്ടിയ ശിക്ഷയത് വേണ്ട. എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. കൃഷ്ണേട്ടാ, കൃഷ്ണന്റെ കൂടെ വേണം. എന്റെ വാസന്തിയുടെ കാര്യങ്ങൾ ഭംഗിയായി നടത്തണം. വാസന്തിയെ, കൊച്ചാട്ടം പോവണ്ട. എന്റെ മോള് കരയരുത്. എന്റെ മോള് കരയരുത്.